കൊടും വനത്തിലൂടെ നിരായുധനായി അദ്ദേഹം നടന്നു, തൻ്റെ അനുയായിയെ അന്വേഷിച്ചുകൊണ്ട്. ഈ നടപ്പ് തുടങ്ങിയിട്ട് ഏകദേശം 4-5 മണിക്കൂറുകളായി കാണണം. അവർ ഈ വനത്തിൽ അകപ്പെട്ടിട്ട് ഏകദേശം 2 ദിവസവും. താൻ വനത്തിലേക്ക് കൊണ്ടുവന്ന ആഹാര സാധനങ്ങളും കുടിവെള്ളവും എല്ലാം തീർന്നു പോയി കഴിഞ്ഞിരുന്നു. തൻ്റെ കൂടെ വന്ന അനുയായി കാണുവാനുമില്ല. അദ്ദേഹത്തിൻ്റെ കൈവശമായിരുന്നു തൻ്റെ റൈഫിലും. അതെല്ലാം തേടിയാണ് ആ കൊടും വനത്തിലൂടെ അദ്ദേഹം നടക്കുന്നത്. ഇപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി. രാത്രി തൻ്റെ കറുത്ത കമ്പിളി കൊണ്ട് ആ കാടിനെ പുതപ്പിച്ചു കഴിഞ്ഞിരുന്നു. തൻ്റെ യാത്ര വന്ന് അവസാനിച്ചത് ഇല്ലിക്കാടുകൾ വളർന്നു നിൽക്കുന്ന ഭാഗത്തും. അദ്ദേഹം അവിടെ കുറച്ചു നേരം ഇരുന്നു. ഇല്ലിക്കാടുകൾക്ക് പിന്നിൽ എന്തോ അനങ്ങുന്നതായി അദ്ദേഹത്തിന് തോന്നി. എന്താണ് എന്നറിയുവാൻ വേണ്ടി അയാൾ അവിടേക്ക് ചെന്നു. ഇല്ലിക്കാടിന്റെ മറവിൽ മറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയുവാൻ. താൻ അവിടേക്ക് നടന്നു ചെന്നപ്പോൾ തന്നെ ഇല്ലിക്കാടിന് പുറകിൽ മറഞ്ഞിരിക്കുന്ന കറുത്ത നിറത്തോടുകൂടിയ ആ ഭീകരജീവി മുന്നിലേക്ക് വന്നു. അതൊരു പിടിയാനയായിരുന്നു. ആ പിടിയാനെ കണ്ട് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ഞെട്ടി. കഴിഞ്ഞ ദിവസം തന്റെ സിംഗിൾ ബാരൽ റൈഫിളിൽ നിന്ന് മസ്തകം തകർത്ത് താൻ കൊന്ന പിടിയാന തന്നെയാണ് ഇവനെന്ന് അദ്ദേഹം ആ ഒറ്റ കാഴ്ചയിൽ തന്നെ ഉറപ്പിച്ചു. അദ്ദേഹത്തെ കണ്ടയുടനെ തന്നെ ആ പിടിയാന അയാളെ കൊല്ലുവാൻ വേണ്ടി കൊലവിളി നടത്തിക്കൊണ്ട് മുന്നിലേക്ക് ആഞ്ഞു നടന്നു. തന്റെ തുമ്പിക്കൈ കൊണ്ട് അവനെ ചുരുട്ടിയെടുത്തു. നിലത്തേക്ക് ആഞ്ഞടിച്ചു. പെട്ടെന്ന് ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്നു. കാട്ടിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു. ആകെ ഞാൻ വിയർത്തിരുന്നു. എൻ്റെ തൊണ്ട വറ്റി വരണ്ടു. കുടിവെള്ളത്തിനായി ഞാൻ ഇപ്രാവശ്യം എൻ്റെ യാത്ര ഒറ്റയ്ക്കാണ്. കൂടെ ഞാൻ സഹായത്തിന് ആരെയും കൂട്ടിയിട്ടില്ല. ബീരൂരിലെ ദരിദ്ര ഗ്രാമത്തിലേക്കാണ് എൻ്റെ യാത്ര. ഗ്രാമത്തിനരികിലായി സ്ഥിതി ചെയ്യുന്ന വനത്തിലേക്ക് സാഹസികമായ ഒരു യാത്ര ചെയ്യുവാനാണ് ഞാൻ അവിടേക്ക് യാത്ര തിരിച്ചത്. എനിക്ക് ഇങ്ങനെയുള്ള യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യാറുമുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നത് പോലെ ഏകദേശം വൈകുന്നേരമായപ്പോഴേക്കും ബീരൂരിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് റാവുത്തർ എന്നൊരാളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഞാൻ അന്ന് തന്നെ കാടും കയറി. ഞാൻ പലപ്പോഴും ഈ ഗ്രാമത്തിൽ എത്താറുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് തുണയായി എൻ്റെ കൂടെ വനത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയാണ് റാവുത്തർ. അയാൾ ജനിച്ചത് ഈ ഗ്രാമത്തിലായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് ഏകദേശം 12 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ഈ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നത് തൻ്റെ മാതാപിതാക്കളോടൊപ്പം. അന്നു തൊട്ട് ഇന്ന് വരെ അദ്ദേഹം ഈ ഗ്രാമത്തിലാണ് തൻ്റെ ജീവിതം ചെലവഴിച്ചത്. ഈ ഗ്രാമത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം വിവാഹവും കഴിച്ചത്. അതുമാത്രമല്ല, അവരുടെ ഗ്രാമത്തിനും ചുറ്റും അതിർത്തി തീർത്തു നിൽക്കുന്ന ബിരൂർ വനത്തെപ്പറ്റി നല്ലപോലെ അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് റാവുത്തർ. പല അവസരങ്ങളിലും ചെറിയ ചെറിയ വേട്ടയ്ക്കായി അദ്ദേഹം വനവും കയറാറുമുണ്ട്. ഞാൻ ഈ ഗ്രാമത്തിലെത്തുമ്പോൾ എന്നെ എല്ലാത്തിനും സഹായിക്കുന്നതും അയാൾ തന്നെയാണ്. എൻ്റെ താമസം മുതൽ ആഹാരം വരെ. ഞാൻ ഇവിടേക്ക് വരുന്ന വിവരം നേരത്തെ തന്നെ അദ്ദേഹത്തെ കമ്പി അയച്ച് അറിയിച്ചിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹം എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തിരുന്നു. ഒട്ടും സമയം കളയാതെ തന്നെ ഞങ്ങൾ വനം കയറി. എൻ്റെ പിതാവിനൊപ്പമാണ് ഞാൻ ആദ്യമായി ഇവിടേക്ക് എത്തുന്നത്. എൻ്റെ പിതാവ് ഇവിടുത്തെ റേഞ്ചിലെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിരുന്നു. ആദ്യമായി ഞാൻ ഇവിടേക്ക് എത്തിയപ്പോൾ തന്നെ ഈ കാട് എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഞാൻ ഈ വനത്തിലേക്ക് വരുന്നതും. അന്ന് ഞാൻ കണ്ട ആ വിസ്മയം ഇന്നും എൻ്റെ കണ്ണിൽ മായാതെ കിടക്കുകയാണ്. കടുവകൾ, ആനകൾ, മാനുകൾ, പന്നികൾ, അങ്ങനെ അനേകം ജീവികളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ് ഇവിടം. കാടുകളിൽ ജീവിക്കുന്ന ജീവികൾ എല്ലാവരും എപ്പോഴും ഒരേ സ്വഭാവക്കാരാകണമെന്നില്ല. അവരും നമ്മളെ പോലെയാണ് വ്യത്യസ്ത സ്വഭാവക്കാർ. ഇതെന്തുകൊണ്ടാണ് കഥ തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. കഥ മുന്നിലേക്ക് പോകുമ്പോൾ ഇതിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഞങ്ങൾ ഇരുവരും വനത്തിലൂടെ കുറേ ദൂരം നടന്നു കാണണം. അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്നത് കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒരു സ്ഥലത്താണ്. ആ സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം കാണാൻ കഴിഞ്ഞു: മുയലുകളുടെ വിസർജ്യം. ഇത് മുയലുകൾ ചെയ്യുന്ന ഒരു വിദ്യയാണ്. മുയലുകൾ മാത്രമല്ല, മാനുകളും ഈ വിദ്യ ചെയ്യാറുണ്ട്. ഈ വിദ്യ മനസ്സിലാക്കിയ വേട്ടക്കാരും അവയെ വേട്ടയാടുന്ന വേട്ട മൃഗങ്ങളും ഇങ്ങനെ അവർ തിരികെ വരാൻ അടയാളം ഇട്ടുപോകുന്ന ഈ അടയാളത്തിന്റെ അരികിലായി ഒളിച്ചിരിക്കുകയും പിന്നീട് അവ ഇതുവഴി തിരിച്ചു പോകുമ്പോൾ അവരുടെ നേരെ ചാടി വീഴുകയുമാണ് ചെയ്യുക. വേട്ടക്കാരാണെങ്കിൽ പാത്തിരുന്ന് വെടിവെക്കുകയും ചെയ്യും. അവ പോകുന്ന വഴി തെറ്റാതെ തിരികെ വരുവാൻ വേണ്ടിയാണ് അവ ഇങ്ങനെ ചെയ്യാറ്. ഞങ്ങളും ആ വിദ്യ തന്നെ പ്രയോഗിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ ഞങ്ങൾ അടയാളം കൊത്തിവെച്ചു, തിരികെ വരുമ്പോൾ വഴി തെറ്റാതിരിക്കുവാൻ വേണ്ടി. ഞങ്ങൾ അങ്ങനെ അടയാളം ചെയ്ത സ്ഥലത്തു നിന്നും വീണ്ടും കുറെ കൂടി മുന്നിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന മരത്തിൽ ഒരു ഏറുമാടം കെട്ടി. അന്നത്തെ രാത്രിയിൽ അതിനു മുകളിൽ കഴിച്ചുകൂട്ടാമെന്ന തീരുമാനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. കാരണം രാത്രിയല്ലേ. രാത്രിയിലാണ് കാട് ഉണരുന്നത്. നിരവധി കാട്ടുമൃഗങ്ങൾ വനത്തിൽ നിന്നും ഇറങ്ങുന്ന സമയവും കൂടിയാണ്. കടുവകളും പുലികളും ആനകളും ഇറങ്ങുന്ന സമയം. അവ എവിടെയാണ് പതുങ്ങിയിരിക്കുക എന്ന് പറയുവാൻ കഴിയില്ലല്ലോ. അതുമാത്രമല്ല, ഞങ്ങൾ ഈ കാട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് കരടിയുടെ കാൽപ്പാടുകൾ കാണുവാനും സാധിച്ചു. ഞങ്ങൾ
ഞങ്ങൾ വനത്തിൽ കടന്നുറങ്ങുന്ന സമയം കരടികൾ വന്നാൽ അവയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇതായിരിക്കും, മരത്തിൽ കരടി കയറില്ലേ എന്ന്. വലിയ വണ്ണക്കുറവുള്ള മരത്തിലൊന്നും കരടികൾ കയറാറില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ വലിപ്പമില്ലാത്ത വലിയ വണ്ണം കുറഞ്ഞ 4 മരത്തിലായി ഞങ്ങൾ ഞങ്ങളുടെ ഏറുമാടം കെട്ടിയുണ്ടാക്കിയത്. ഇപ്പോൾ 4 മരങ്ങൾ 4 തൂണുപോലെയാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ 2-3 മണിക്കൂറത്തെ അധ്വാനമാണ്. ഇരുട്ടുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഏറുമാടം അവിടെ കെട്ടി ഉറപ്പിച്ചു. 2 പേർക്ക് അതിന്മേൽ സുഖമായി ഇരിക്കാം എന്ന് മാത്രം. നീണ്ടു നിവർന്ന് അവിടെ കിടക്കുവാൻ കഴിയില്ല. എങ്കിലും വന്യജീവികളിൽ നിന്നും ഇത് സംരക്ഷണമേകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. എന്തായാലും ഞങ്ങൾ ഏറുമാടത്തിൽ കയറിയിരുന്നു. തിരികെ വരുന്ന ആ മുയലിനെ കാത്ത്. എനിക്കതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ റാവുത്തർക്ക് അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിന് മുയലിറച്ചി വലിയ പ്രിയമാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഷോട്ട് ഗൺ അവിടേക്ക് ചൂണ്ടി അദ്ദേഹം കാത്തിരുന്നു. ഞാൻ എൻ്റെ റൈഫിൽ ഏറുമാടത്തിന്റെ ഒരു വശത്തേക്ക് ചാരി ഞാൻ അവിടെ ഇരുന്നു. കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവിടേക്ക് മുയൽ മടങ്ങിയെത്തി. റാവുത്തർ അവിടേക്ക് ചൂണ്ടി വെച്ചിരുന്ന ഷോട്ട് ഗൺ അതിന് നേരെ വെടിയുതിർത്തു. അതിൽ നിന്ന് പാഞ്ഞു വന്ന തിരകളെ തടുക്കുവാൻ പോന്നത്ര ബലമൊന്നും ആ മുയലുകൾക്കുണ്ടായിരുന്നില്ല. റാവുത്തർ തുടരെ 2 വെടികളാണ് ഉതിർത്തത്. അതും 2 മുയലുകൾക്ക് നേരെ. വെടികൊണ്ട മുയലുകളുടെ തല ചിതറി. ഞങ്ങൾക്ക് മുന്നിലായി അല്പദൂരം അവ ചത്തു വീണു. ഏറുമാടത്തിന് താഴെ 5-6 അടി അകലെ വ്യത്യാസത്തിൽ ഞങ്ങൾ ചുള്ളിക്കമ്പുകൾ ശേഖരിച്ചു വെച്ചിരുന്നു, തീ കായുവാൻ വേണ്ടി. റാവുത്തർ അത് കത്തിച്ചു. അതിനു മുകളിലായി മുയലുകളുടെ തൊലി ഉരിഞ്ഞ് കമ്പിൽ കൂർത്ത് പാകം ചെയ്യാൻ വെച്ചു. അദ്ദേഹം പാകം ചെയ്തുകൊണ്ടിരുന്ന സമയം മുഴുവൻ ഞാൻ ചുറ്റുപാടും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഏതെങ്കിലും വന്യമൃഗങ്ങൾ ഞങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നുണ്ടോ എന്നും അദ്ദേഹത്തെ ആക്രമിക്കുന്നുണ്ടോ എന്നും. ഞങ്ങൾ പാചകം ചെയ്ത മുയലിറച്ചി നല്ലപോലെ വെന്ത ശേഷം റാവുത്തർ അതുമായി ഏറുമാടത്തിന്റെ മുകളിലേക്ക് കയറി വന്നു. അപ്പോഴും കത്തിച്ചു വെച്ച വിറക് അണഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ പ്രകാശത്തിൽ ചുറ്റുപാടും ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചിരുന്നു. ഞങ്ങൾ ഏറുമാടത്തിന്റെ മുകളിൽ നിന്ന് ആ മുയലിറച്ചി ആസ്വദിച്ചു കഴിച്ചു. വിശപ്പ് കൊണ്ടായിരിക്കാം ഇന്നത്തെ മുയലിറച്ചിക്ക് നല്ല രുചി തോന്നിച്ചത്. ഞങ്ങൾ ഇരുവരും അത് ആസ്വദിച്ചു തന്നെ ആഹാരമാക്കി. ആഹാരമെല്ലാം കഴിച്ച ശേഷം ഞങ്ങൾ ഏറുമാടത്തിലേക്ക് ചാരിയിരുന്നു. എന്നാൽ ഉറക്കം ഞങ്ങൾക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇരുവരും പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് അവിടെ അങ്ങനെയിരുന്നു. രാത്രി ഏറെ വൈകി കാണണം. വനത്തിന്റെ ഉള്ളിൽ നിന്നും എവിടെ നിന്നോ ഒരു ചെന്നായയുടെ ഊരിയിടൽ എൻ്റെ ചെവിയിലേക്ക് വന്നു വീണു. ഞങ്ങൾ അവിടേക്ക് ചെവി വട്ടം പിടിച്ച സമയം തന്നെ എവിടെ നിന്നോ ഒരാനയുടെ ഉച്ചത്തിലുള്ള ചിഹ്നം വിളിയും അതിനോടൊപ്പം ഒരു മനുഷ്യന്റെ അലർച്ചയും കേട്ടു. എന്നാൽ ഏത് ഭാഗത്തു നിന്നുമാണ് അത് വന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അതിലെന്തോ പന്തികേട് അപ്പോൾ എനിക്ക് തോന്നിയിരുന്നു. ആ വിവരം ഞാൻ റാവുത്തറോടും പറഞ്ഞിരുന്നു. എന്നാൽ എനിക്ക് തോന്നിയത് ശരിയാണ് എന്ന് എൻ്റെ പിന്നീടുള്ള ദിവസങ്ങൾ അത് തെളിയിച്ചു. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ ഞങ്ങൾ ഗ്രാമത്തിലേക്ക് തിരിച്ചു. ഞങ്ങൾ മടങ്ങിപ്പോകുന്ന വഴിയിൽ ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. അവർ കാടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിലെ ഗ്രാമവാസികളായിരുന്നു. ഞാൻ അവരുടെ അടുക്കിലേക്ക് പോയി എന്താണ് സംഭവം എന്നറിയുവാൻ വേണ്ടി. ഞാൻ അവർ കൂടി നിൽക്കുന്നതിന്റെ അടുത്ത് ചെന്നപ്പോൾ ഒരു നടുക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. ചവിട്ടി അരയ്ക്കപ്പെട്ട ഒരു ഗ്രാമീണന്റെ ശരീരമായിരുന്നു അത്. നെഞ്ചും കൂട് ചവിട്ടി തകർത്ത് കാലുകളും കൈകളും പിഴുതെറിഞ്ഞ രീതിയിലായിരുന്നു ആ ശരീരം അവിടെ കിടന്നിരുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും രക്തമൂർന്ന് മണ്ണിൽ തളം കെട്ടി പറ്റിയ പാടുകളും കാണുവാൻ സാധിച്ചു. ആ ശവശരീരം കിടന്നിടത്തു നിന്നും ഏതാനും അടി അകലെയുള്ള ഒരു മരം പിഴുതെറിഞ്ഞതായും എനിക്ക് കാണുവാൻ സാധിച്ചു. ഞാൻ കാര്യം എന്താണെന്ന് അവിടെ ഉണ്ടായിരുന്ന ഗ്രാമീണരോട് തിരക്കി. അപ്പോഴാണ് അവിടെ നടന്ന കാര്യത്തിന്റെ ഗൗരവം അവർ പറയുന്നത്. കുറേ നാളുകളായി ഇവിടെ കാട്ടാനയുടെ ശല്യം പതിവാണ്. ഇതിനോടകം തന്നെ നിരവധി പേരെയാണ് അവൻ കൊന്നത്. പലർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇന്നലെ സന്ധ്യയായതോടെ ഈ ഗ്രാമത്തിലേക്ക് അവൻ എത്തി. അവന്റെ ആക്രമണ പരമ്പരകൾ തുടർന്നു. അവന്റെ ഉച്ചത്തിലുള്ള കൊലവിളിയും കോലാഹലങ്ങളും കണ്ട് ഗ്രാമത്തിലെ ഗ്രാമീണർ അവരുടെ കൂരുകളിൽ തന്നെ ഒതുങ്ങി. എന്നാൽ നിർഭാഗ്യവാനായ ഒരു ഗ്രാമീണൻ ആ സമയം അവിടേക്ക് കടന്നു വന്നു. പട്ടണത്തിൽ കച്ചവടത്തിന് പോയി സന്ധ്യ കഴിഞ്ഞപ്പോൾ അവിടേക്ക് മടങ്ങിയെത്തിയതായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ നിർഭാഗ്യവശാൽ വന്നു പെട്ടത് ആ കൊലയാനയുടെ മുന്നിലേക്കും. പിന്നെ എന്താണ് ഉണ്ടായതെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കൊലയാനയെ കണ്ട് ഭയന്ന് വിറച്ച ഗ്രാമീണൻ ഓടിയത് വനത്തിലേക്കും. അയാളെ വിടാതെ പിന്തുടർന്ന ആന അയാൾക്ക് പിന്നാലെയും. അതെല്ലാം തികഞ്ഞ നിരാശയോടെയും നിസ്സഹായതയോടെയും കണ്ടു നിൽക്കാൻ മാത്രമേ ആ ഗ്രാമത്തിലെ ഗ്രാമീണർക്ക് കഴിയുകയുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവർ കേട്ടത് ആ ഗ്രാമീണന്റെ ഉച്ചത്തിലുള്ള നിലവിളിയും ആനയുടെ കൊലവിളിയുമാണ്. നേരം പുലർന്നതോടെയാണ് ആന ഈ ഗ്രാമം വിട്ടു പോയതെന്നും അവർ പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ആ ശരീരം കിടന്നിരുന്ന ഭാഗം മുഴുവൻ ഞങ്ങൾ പരിശോധിച്ചു.
ശരീരം കിടന്നതിന്റെ അരികിലായി ആനയുടെ കാൽപ്പാടുകൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അത് നടന്നകന്നു പോകുന്നത് വനത്തിലേക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ റാവുത്തറിനോട് പറഞ്ഞു, നമുക്ക് ഈ ആനയെ വേട്ടയാടിയാലോ? ഈ ഗ്രാമത്തിന് ഇത്രയും നാശനഷ്ടം വരുത്തിയ ഈ ആനയെ കൊല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഈ കാട്, ഈ നാട് വിടുവാൻ സാധിക്കുന്നത്? അതിനെ ശരിവെച്ചുകൊണ്ടുള്ള മറുപടിയായിരുന്നു റാവുത്തറും എനിക്ക് നൽകിയത്. ഞങ്ങൾ ഇരുവരും കൂടി അല്പം പ്രായമുള്ള ആ ഗ്രാമത്തിന്റെ ഗ്രാമത്തലവനെ കണ്ടു. കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. അദ്ദേഹം ഞങ്ങൾക്ക് താമസിക്കുവാൻ ആ ഗ്രാമത്തിൽ ഒരിടവും തന്നു. ആ ഗ്രാമത്തലവന്റെ സങ്കടം ഞങ്ങളോട് ബോധിപ്പിക്കുകയും ചെയ്തു. ഈ ആനയുടെ ശല്യം തുടങ്ങിയിട്ട് ഏറെ നാളായി. തന്റെ കൃഷിയിടം മുഴുവൻ അവൻ നശിപ്പിച്ചു. ചെഞ്ചുവർഗത്തിൽ പെട്ടവരാണവർ. അവർ കൃഷി ചെയ്യുന്നത് അവർക്ക് വേണ്ടി മാത്രമാണ്. അവർ കൃഷി ചെയ്യുവാൻ വേണ്ടി വനം വെട്ടി വൃത്തിയാക്കി തീയിട്ട ശേഷമാണ് അവർ കൃഷി ചെയ്യുന്നത്. കൃഷിയിടത്തിൽ തന്നെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആളുകൾ കാവൽ നിൽക്കും. എങ്കിലും വനമിറങ്ങി കൃഷി നശിപ്പിക്കാൻ പല ജന്തുജീവികളും വരും. പന്തം കത്തിച്ചും പാട്ടകൊട്ടിയും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കും. എങ്കിലും അതിലൊന്നും ഭയക്കാത്ത ജീവികൾ അവരുടെ കൃഷിയിടം നശിപ്പിക്കുക തന്നെ ചെയ്യും. പിന്നീട് അതിൽ നിന്ന് അവശേഷിക്കുന്ന വിളകൾ മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ. അതിനാൽ തന്നെ ആയിരിക്കാം ഞങ്ങൾ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ കണ്ട കുട്ടികളുടെ കാഴ്ചയും. വയറുന്തി മെലിഞ്ഞ കാലോടുകൂടിയ കുട്ടികളെയാണ് ഞങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞത്. പോഷകത്തിന്റെ കുറവ് മൂലമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനും സാധിച്ചു. അതുപോലെ തന്നെ ദിനംപ്രതി നിരവധി കുട്ടികളാണ് ഇങ്ങനെയുള്ള സെറ്റിൽമെന്റുകളിൽ ദിനംപ്രതി മരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മുഴുപട്ടിണിയിലാണ് ആ ഗ്രാമം. അതിൻ്റെ കൂടെ ഒരു കൊലയാനയുടെ ശല്യം കൂടി ഉണ്ടായാൽ പറയേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് തന്നെയായിരിക്കാം എനിക്ക് അവരെ വിട്ടിട്ട് പോകുവാൻ മനസ്സനുവദിക്കാഞ്ഞതും. ആനയെപ്പറ്റി എനിക്ക് അറിയുവാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇവയായിരുന്നു. ഈ ആന എപ്പോൾ വരുമെന്നോ എങ്ങനെ വരുമെന്നോ ആർക്കും പറയാൻ കഴിയില്ല. മിന്നൽ വേഗത്തിലായിരിക്കും അവന്റെ ആക്രമണം ഗ്രാമത്തിൽ ഉണ്ടാകുക. അവനൊരു ഒറ്റയാനയാണ്. അവൻ കൂട്ടത്തിൽ നടക്കുന്നത് ഇതുവരെ ആരും കണ്ടിട്ടില്ല. അവൻ ഒറ്റയ്ക്കാണ് ഗ്രാമത്തെ ആക്രമിക്കുന്നത്. അസാമാന്യ വലിപ്പമുള്ള കറുത്ത നിറമോട് കൂടിയ നീണ്ട വെള്ള കൊമ്പുകളുള്ള ആനയാണവൻ. അവന്റെ ഒരു കൊമ്പിന്റെ മുന ഒടിഞ്ഞതായും അവർ പറഞ്ഞു. അവനൊരു ഒറ്റയാന ആയതുകൊണ്ട് തന്നെ അവനെ എളുപ്പം പിടിക്കാൻ കഴിയും എന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങൾ എൻ്റെ വിശ്വാസം തെറ്റിച്ചുകൊണ്ടായിരുന്നു കടന്നുപോയത്. അന്നത്തെ ആ കൊലപാതകം കൂടി അരങ്ങേറിയതോടെ അവിടുത്തെ ആ ആനയെ കൊലയാനയാക്കി അവിടുത്തെ കളക്ടർ ഉത്തരവിറക്കുകയുണ്ടായി. അതിനർത്ഥം തോക്കിന് ലൈസൻസ് ഉള്ള ഏതൊരു വേട്ടക്കാരനും ആ കൊലയാളി ആനയെ കൊല്ലാം എന്നതാണ്. അധികം വൈകാതെ ഞാനും റാവുത്തറും കൂടി ആനയെ തിരക്കി കാട് കയറി. ആ സമയം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഡബിൾ ബാരലായ ഒരു റൈഫിലായിരുന്നു. ഇതിനു മുന്നേയും ഞാൻ ആനവേട്ട നടത്തിയിട്ടുണ്ട്. ആനയുടെ മസ്തകത്തിലും അതുപോലെ ആനയുടെ ചെവിയുടെ പിന്നിലും വെടിവെച്ച് ആനകളെ ചരിച്ചിട്ടിട്ടുമുണ്ട്. ആനകൾ നമ്മളെ പിന്തുടർന്ന് വരുമ്പോൾ ഒരിക്കലും നേരെ ഓടരുത്. വളഞ്ഞു പുളഞ്ഞു വേണം ഓടാൻ. അതുപോലെ തന്നെ കയറ്റം കയറി ഓടുകയും അരുത്. ആനയ്ക്ക് പെട്ടെന്ന് നമ്മളെ പിടിക്കുവാനാകും. അതുപോലെ ഒട്ടും വണ്ണമില്ലാത്ത മരത്തിൽ വലിഞ്ഞും കയറരുത്. ആനകൾക്ക് ആ മരം പിഴുതെറിയാനോ ഒടിച്ചിടുവാനോ സാധിക്കും. കയറുമ്പോൾ നല്ല വണ്ണമുള്ള ഒത്ത തടിയുള്ള മരത്തിൽ തന്നെ വലിഞ്ഞു കയറണം. അതുപോലെ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്തേക്ക് ഓടിക്കയറുവാനും ശ്രമിക്കണം. ചതുപ്പുകൾ ചെളികൾ നിറഞ്ഞ സ്ഥലത്തു കൂടി ഓടാതിരിക്കുക. അവിടെയെല്ലാം ആനകൾക്ക് മുൻതൂക്കമുള്ള സ്ഥലങ്ങളാണ്. ഒരാന നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും. ഒരു വേട്ടയ്ക്ക് പോകുമ്പോൾ ഒരു വേട്ടക്കാരൻ ഇതെല്ലാം ശ്രദ്ധിച്ചിരിക്കണം. ഇന്ന് ഞങ്ങൾ വനത്തിലേക്ക് കയറിയപ്പോൾ എല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. കാറ്റ് വീശിയതുപോലും കാറ്റ് വീശുന്നത് ഞങ്ങൾക്കരികിലേക്കാണ്. അതിനർത്ഥം ഒരിക്കലും ആനകൾക്ക് ഞങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയില്ല എന്നതാണ്. റാവുത്തർ കാറ്റിന്റെ ഗതി ഒന്നുകൂടി മനസ്സിലാക്കുവാൻ വേണ്ടി നിലത്തു നിന്നും ഒരു പിടി പുല്ലുവാരി മുകളിലേക്ക് എറിഞ്ഞു. കാറ്റിന്റെ ദിശ ഉറപ്പുവരുത്തി. അങ്ങനെ ഞങ്ങൾ വനത്തിലൂടെ ആ ആനയെ തിരഞ്ഞ് നടക്കുമ്പോഴാണ് ആ ഗ്രാമത്തലവൻ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി ഞങ്ങളുടെ മനസ്സിലേക്ക് കയറി വന്നത്. കാടിനുള്ളിലൂടെ കടന്ന് മറ്റ് ഗ്രാമങ്ങളെ ബന്ധിപ്പിച്ച് കടന്നു പോകുന്ന ഒരു കാളവണ്ടി പാതയുണ്ട്. ചരക്കുമായി പല കാളവണ്ടിക്കാരും അതുവഴി കടന്നു പോകാറുമുണ്ട്. ഒരു ദിവസം പുലർച്ചെ അതുവഴി കടന്നുപോയ കാളവണ്ടിക്കാരന് സംഭവിച്ചത് അതിഭയാനകമായ അവസ്ഥയായിരുന്നു. കാളവണ്ടിക്കാരൻ കാളവണ്ടിയും തെളിച്ചുകൊണ്ട് അതുവഴി കടന്നു പോകുകയായിരുന്നു. കുറച്ചു ദൂരം മുന്നിലേക്ക് ഓടിയ ശേഷം കാളകൾ പെട്ടെന്ന് നിന്നു. അവ അമറുകയും അവയുടെ മുൻകാലുകൾ നിലത്തുകുത്തി പിന്നിലേക്ക് തിരിഞ്ഞു ഓടുവാനും അവർ ശ്രമം നടത്തി. എന്നാൽ കാളവണ്ടിക്കാരൻ അല്പം ശ്രമപ്പെടുത്തി കാളകളെ മെരുക്കിയെടുത്തു, മുന്നിലേക്ക് നയിച്ചു. എന്നാൽ എന്തുകൊണ്ടാണ് അവ ഇങ്ങനെ ചെയ്തതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല.
എന്നാൽ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ എവിടെയോ അവയ്ക്ക് അപകടം മണത്തിരിക്കുന്നു. ഒരു പക്ഷേ കടുവയായിരിക്കാം. എന്തായാലും സമയം കളയാതെ ആഞ്ഞടിച്ചുകൊണ്ട് കാളവണ്ടിയെ തെളിച്ചുകൊണ്ട് മുന്നിലേക്ക് പാഞ്ഞു. കാളവണ്ടി പാതയുടെ ഓരത്ത് വളർന്നു നിന്നിരുന്ന ഇല്ലിക്കാടുകൾക്ക് പിന്നിൽ നിന്നും ഒരു കറുത്ത രൂപം കാളവണ്ടിയുടെ വശത്തേക്ക് ആഞ്ഞിടിച്ചു. കാളയും കാളവണ്ടിക്കാരനും മറുവശത്തേക്ക് നിലംകുത്തി വീണ കാളവണ്ടി തവിട് പൊടിയായി. നുകം തകർത്തുകൊണ്ട് കാളകൾ എങ്ങോട്ടെന്നില്ലാതെ പാഞ്ഞു. ഓടുന്ന കാളയുടെ പിന്നാലെ അമറി വിളിച്ചുകൊണ്ട് കൊലവിളി നടത്തിക്കൊണ്ട് ആനയും. അന്ന് ആ കാളവണ്ടിക്കാരൻ രക്ഷപ്പെട്ടത് തലനാഴിഴയുടെ വ്യത്യാസത്തിലാണ്. ആന അവിടെ നിന്ന് പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് കാളവണ്ടിക്കാരൻ തകർന്നു കിടന്നിരുന്ന കാളവണ്ടിയുടെ മറവിൽ നിന്നും പുറത്തേക്ക് വന്നതും അടുത്തുള്ള ഗ്രാമം ലക്ഷ്യമാക്കി ഓടിയതും. ആ കാളവണ്ടിക്കാരനുണ്ടായ ആ ഭാഗ്യത്തെപ്പറ്റിയാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നടന്നു പോയത്. ഒരു പക്ഷേ ആ കാളവണ്ടിക്കാരനെ ആ ആന കണ്ടിരുന്നു എങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുക എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അവനെ അവിടെയിട്ട് ആ ആന ചവിട്ടി അരച്ചു കൊന്നേനെ. ആനയുടെ കയ്യിൽ നിന്നും അങ്ങനെയൊരു രക്ഷപ്പെടൽ അത് അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ്. അവന്റെ ആയുസിന്റെ ബലം എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ മുന്നിലേക്ക് നടന്നത്. ഈ അവസ്ഥയിൽ ആനയെ കണ്ടെത്തുക എന്നത് അല്പം പ്രയാസമേറിയ കാര്യമാണ്. കാരണം ആനയ്ക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നത് വിശാലമായി കിടക്കുന്ന കാടാണ്. ഉൾക്കാട്ടിലേക്ക് ആന കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ ലക്ഷ്യം നടക്കില്ല. ഞങ്ങൾ കുറച്ചു ദൂരം കൂടി മുന്നിലേക്ക് നടന്നു. പെട്ടെന്നാണ് വനത്തിനുള്ളിൽ നിന്നും ഒരു മാനിന്റെ ഒച്ച കേട്ടത്. അത് കുതിച്ചോടി വരുന്നത് ഞങ്ങൾക്കരികിലേക്കാണ്. പെട്ടെന്ന് ഞങ്ങൾ അടുത്തുണ്ടായിരുന്ന വലിയ മരങ്ങൾക്ക് മറവിലേക്ക് മറഞ്ഞു. അതൊരു നായാട്ടായിരുന്നു. ആ കലമാൻ പേടിച്ച് ഓടി വരുന്നത് എന്തിനെയാണെന്ന് ഞങ്ങൾ അവിടെ കാത്തിരുന്ന് നോക്കി. അവന് പുറകിൽ ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് ഓടി വന്നത് ഒരു വലിയ കടുവയായിരുന്നു. അസാമാന്യ വലിപ്പമുള്ള ഒരു ആൺകടുവ തന്നെയായിരുന്നു അത്. അവൻ ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് ആ മാനിനു പുറകെ കുതിച്ച് പായുകയാണ്. ആ കാഴ്ച ഞങ്ങളെ പിന്തള്ളി വനത്തിലേക്ക് ഓടിമറിഞ്ഞു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. സെക്കൻഡുകൾ വ്യത്യാസത്തിനുള്ളിൽ ആ കാഴ്ച ഞങ്ങൾക്ക് കൺമുന്നിൽ നിന്നും മറഞ്ഞുപോയി. വനത്തിനുള്ളിൽ നിന്നും ഉച്ചത്തിലുള്ള ഗർജനം അപ്പോഴും കേൾക്കാമായിരുന്നു. ഞങ്ങളുടെ ലക്ഷ്യം കടുവയായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അവന് നേരെ നിറയൊഴിക്കാൻ മടിച്ചു. മനുഷ്യനെ വേട്ടയാടാത്ത നിരുപദ്രവകാരിയായ മൃഗത്തെ വേട്ടയാടുവാനുള്ള മനസ്സും ഞങ്ങൾക്കപ്പം ഉണ്ടായിരുന്നില്ല. അതിലും വലുത് ഞങ്ങളിപ്പോൾ അതിന് നേരെ നിറയൊഴിക്കുകയാണ് എങ്കിൽ ആന ഞങ്ങൾക്ക് സമീപം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ കാട് കയറുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. എങ്കിലും ആ കാഴ്ച അതിമനോഹരം തന്നെയായിരുന്നു. കടുവ വേട്ടയാടിയാണ് ഇരയെ പിടിക്കുന്നതെന്ന് ഞങ്ങൾ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് അത് കാണുവാൻ സാധിച്ചു, അവൻ്റെ പരാക്രമങ്ങൾ. ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് മുന്നിലേക്ക് നടന്നു. ഇപ്രാവശ്യം ഞങ്ങൾ നടന്നു നീങ്ങുന്നത് ഒരു മലയുടെ അടിവാരത്ത് കൂടിയാണ്. അപ്പോഴാണ് റാവുത്തർ ഒരു കാര്യം പറഞ്ഞത്. നമ്മൾക്ക് ഈ മലയുടെ മുകളിലേക്ക് കയറി അവിടെ നിന്ന് പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ആ വലിയ പാറയുടെ മുകളിൽ കയറുകയാണ് എങ്കിൽ ഈ വനത്തിനും ചുറ്റും നല്ല പോലെ കാണുവാനും കഴിയും. നമുക്ക് ഈ വനത്തെപ്പറ്റി ഒരു രൂപരേഖ മനസ്സിലാക്കുവാനും കഴിയുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ഞങ്ങൾ ആ മല കയറി. 1/4 മണിക്കൂറത്തെ പരിശ്രമത്തിനൊടുവിൽ ഞങ്ങൾ ആ മല കീഴടക്കി. മലയിൽ നിന്നും പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ആ വലിയ പാറയുടെ മുകളിലേക്ക് ഞങ്ങൾ വലിഞ്ഞു കയറി. അവിടെ നിന്ന് താഴേക്ക് നോക്കി ആ വനമാകെ വീക്ഷിച്ചു. ഞങ്ങൾക്ക് മുന്നിൽ മലയുടെ ഇടുക്കിൽ നിന്ന് മുഴുകി അകന്നു പോകുന്ന ഒരു അരുവി കാണുവാൻ സാധിച്ചു. അതൊഴുകിപ്പോകുന്നത് മലയുടെ അടിവാരത്തേക്കാണ്. ഞങ്ങൾ ആ അരുവിയെ പിന്തുടർന്ന് ഞങ്ങളുടെ കണ്ണുകൾ പായിച്ചു. അല്പദൂരം മുന്നിലേക്ക് പോയി കാണണം ഞങ്ങളുടെ കണ്ണുകൾ. അവിടെ ഞങ്ങളുടെ കണ്ണിൽ കുറച്ച് കാട്ടാനകൾ വെള്ളം കുടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. രാവിലെ തുടങ്ങിയ അലച്ചിലാണ്. ഉച്ച കഴിഞ്ഞ് കാണണം. ഞങ്ങൾ വല്ലാതെ ക്ഷീണിതരായിരിക്കുന്നു, വല്ലാതെ ദാഹിക്കുന്നുമുണ്ട്. ആന പോകുന്നത് വരെ ഈ മലമുകളിൽ കഴിഞ്ഞേ മതിയാകൂ. ആനക്കൂട്ടം അരുവി വിട്ടുകഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് താഴേക്ക് ഇറങ്ങിച്ചെന്ന് അരുവിയിൽ നിന്നും വെള്ളം കുടിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ അവിടെ കഴിച്ചുകൂട്ടി. കുറച്ച് സമയത്തെ ഞങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അവിടെ വെള്ളം കുടിക്കുവാൻ വന്ന ആനകളെല്ലാം തന്നെ തിരികെ മടങ്ങിപ്പോയി. അവ ദൂരേക്ക് നടന്നു പോകുന്നത് ഞങ്ങൾക്ക് ആ പാറയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് കാണുവാൻ സാധിക്കുമായിരുന്നു. അവ ദൂരേക്ക് പോയി എന്ന് ഉറപ്പു വരുത്തിയ ശേഷം ഞാനും റാവുത്തറും താഴേക്കിറങ്ങി ആ അരുവി ലക്ഷ്യമാക്കി നടന്നു. അരുവിയിൽ നിന്നും വെള്ളം കുടിച്ച ശേഷം ഞങ്ങൾ ആനയുടെ കാൽപ്പാടുകളും അതുപോലെ ആനപ്പിണ്ടങ്ങളും കിടക്കുന്ന ഭാഗത്തേക്ക് പോയി. അവിടെ ഞങ്ങൾക്ക് നിരവധി ആനയുടെ കാൽപ്പാടുകൾ കാണുവാൻ സാധിച്ചു. ഞങ്ങൾ തേടി നടന്ന ആന ഈ കൂട്ടത്തിലില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. കാരണം അക്രമകാരിയായ ആനകൾ ഒരിക്കലും ആനകളുടെ കൂട്ടത്തിൽ ചേർന്ന് നടക്കാറില്ല. അവ എപ്പോഴും ഒറ്റ തിരിഞ്ഞായിരിക്കും നടക്കുക. എന്നാൽ അവിടെ ഞങ്ങൾക്ക് പിഴയ്ക്കുകയായിരുന്നു. ഞങ്ങൾ കുറേ ദിവസം കഴിഞ്ഞ ശേഷമാണ് അതും അറിയുന്നത്.
ഗ്രാമത്തെ വിറപ്പിക്കുന്ന ആ കൊലയാളി ആനക്കൂട്ടങ്ങൾക്കിടയിൽ നടന്നുകൊണ്ട് സന്ധ്യയാകുന്ന സമയത്ത് അവയിൽ നിന്നും വേർപെട്ടാണ് ഗ്രാമത്തിലേക്ക് വരുന്നതും ഗ്രാമത്തിലെ കൃഷിയിടങ്ങൾ തകർക്കുന്നതും ആളുകളെ കൊല്ലുന്നതും. അതുപോലെ തന്നെ നേരം വെളുക്കുന്ന സമയത്ത് തിരികെ ആനക്കൂട്ടത്തിൽ പോയി ചേരുകയും ചെയ്യും. വളരെ തന്ത്രശാലിയായ ആനയാണത്. 2-3 ദിവസം ഞങ്ങൾ വനത്തിലൂടെ ആ കാട്ടാനയെ തിരക്കി നടന്നു. പക്ഷേ അവൻ പോയതിന്റെ യാതൊരു അടയാളങ്ങളോ ഒന്നും ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അവസാനം ആ ഗ്രാമത്തിൽ നിന്നുമുള്ള ആനയെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു ഗ്രാമീണനെയും കൊണ്ട് ഞങ്ങൾ വനം കയറി. ആനകൾ സ്ഥിരമായി വെള്ളം കുടിക്കുവാൻ വരുന്ന ആ അരുവിയുടെ മുകളിലുള്ള ആ മലയുടെ മുകളിലെ വലിയ പാറയുടെ മുകളിൽ ഞങ്ങൾ കാത്തിരുന്നു. മണിക്കൂറുകൾ തന്നെ കടന്നുപോയി. ഏകദേശം ഉച്ച കഴിഞ്ഞ സമയത്ത് എന്നത്തെയും പോലെ തന്നെ ആനകൾ കൂട്ടത്തോടെ അവിടേക്ക് വെള്ളം കുടിക്കുവാൻ വന്നു. അപ്പോൾ മാത്രമാണ് അമ്പരപ്പേകുന്ന ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടുള്ള ഗ്രാമീണന്റെ തിരിച്ചറിയൽ പരേഡ് അവിടെ അരങ്ങേറുന്നത്. അവൻ ഒറ്റ നോട്ടത്തിൽ തന്നെ പറഞ്ഞു, ആനയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആ കൊമ്പൻ തന്നെയാണ് കൊലയാളി ആനയെന്ന്. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നുവല്ലോ, ആ ഗ്രാമത്തിലെ ആരും തന്നെ ആ ആനയുടെ രൂപം മറക്കില്ല എന്ന്. അസാമാന്യം വലിപ്പമേറിയ കറുത്ത നിറമുള്ള നീണ്ടുവളഞ്ഞ കൊമ്പുകളോടുകൂടിയ ഒരു കൊമ്പിന്റെ അറ്റം അല്പം മുറിഞ്ഞുപോയ ഒരു കൊമ്പനായിരുന്നു അത് എന്ന്. അതിനാൽ തന്നെ അയാൾ ആനക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും അവനെ കണ്ടെത്തി. ആ വിവരമറിഞ്ഞ ഞങ്ങൾ പരസ്പരം മുഖാമുഖം നോക്കി. ആനക്കൂട്ടത്തിൽ നിന്നും ഒരാനയെ വേർതിരിച്ച് വെടിവെക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. വെടിയുതിർക്കുന്ന സമയത്ത് മറ്റാനകളും ആക്രമിക്കാൻ ഇടയുണ്ട്. അതിനാൽ മറ്റ് തന്ത്രങ്ങൾ ഒരുക്കേണ്ടതിന്റെ ആവശ്യകത ഞങ്ങൾക്ക് മനസ്സിലായി. ഒരിക്കലും ഞങ്ങൾക്ക് പകൽ സമയത്ത് ആ കാട്ടാനയെ കൊല്ലുവാൻ കഴിയില്ല എന്ന ബോധ്യവും ഞങ്ങൾക്കുണ്ടായി. കാരണം ആനക്കൂട്ടത്തിനിടയിൽ നിന്നും അവനെ വേർതിരിച്ച് വെടിവെക്കുക എന്നത് അസാധ്യമായ കാര്യമാണല്ലോ. അതിനായി ഞങ്ങൾ പല തന്ത്രങ്ങളും ആവിഷ്കരിച്ചു. ഒരിക്കലും പകൽ സമയത്ത് അവനെ വേട്ടയാടുവാൻ സാധിക്കുകയില്ല. അവൻ ഗ്രാമത്തെ ലക്ഷ്യമിട്ട് വരുമ്പോഴോ അവൻ ആനക്കൂട്ടത്തിൽ നിന്നും ഒറ്റതിരിഞ്ഞു മാറുമ്പോഴോ മാത്രമേ അവനെ കൊല്ലുവാൻ സാധിക്കുകയുള്ളൂ എന്ന നിഗമനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. അതിനായി ഞങ്ങൾ കണക്കുകൂട്ടി. ആ ഗ്രാമത്തിൽ നിന്നുമുള്ള കുറുമ്പാസ് വിഭാഗത്തിൽപ്പെട്ട ഒരുവനെ ഞങ്ങൾ ആ ദൗത്യം ഏൽപ്പിച്ചു. ആനക്കൂട്ടത്തെ പിന്തുടരുവാനുള്ള ദൗത്യം. ആനക്കൂട്ടത്തിൽ നിന്നും അക്രമകാരിയായ കൊമ്പൻ ഒറ്റതിരിഞ്ഞു മാറുന്ന സമയത്ത് ഞങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയായിരുന്നു അവനെ ഞങ്ങൾ അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയത്. തീരെ ദരിദ്രമായ ഗ്രാമമാണ്. എന്നാൽ ആനകളെയും മറ്റു മൃഗങ്ങളെയും ട്രാക്ക് ചെയ്യുന്നതിൽ അവിടുത്തെ ഗ്രാമീണർ മികച്ചവരുമാണ്. അല്പവസ്ത്രധാരികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഉപഹാരമായി ഭക്ഷ്യധാന്യങ്ങളോ വസ്ത്രങ്ങളോ കൊടുത്താൽ മതി. ഇതിനു പുറമെ അവർക്ക് കൂടുതൽ പാരിതോഷികങ്ങൾ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കണമെങ്കിൽ അവർക്ക് വെറും കമ്പിളി വസ്ത്രങ്ങൾ മാത്രം കൊടുത്താൽ മതിയാകും. അത്രയ്ക്കും നിഷ്കളങ്കമായ ഗ്രാമീണരാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഞങ്ങളുടെ വാഗ്ദാനത്തിൽ വീണ ഒരുവനാണ് ആനകളെ പിന്തുടരാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പു നൽകിയത്. അതുമാത്രമായിരുന്നില്ല, അവരുടെ ഗ്രാമത്തെ രക്ഷിക്കുക എന്നത് അവരുടെ ഉത്തരവാദിത്തം കൂടിയായിരുന്നുവല്ലോ. ആനക്കൂട്ടത്തെ നിരീക്ഷിക്കുവാനുള്ള ദൗത്യം അവരെ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഗ്രാമത്തിൽ ഞങ്ങൾക്കായി ഒരുക്കിയിട്ടിരുന്ന മരത്തിനു മുകളിലെ ഏറുമാടത്തിൽ സുഖവിശ്രമത്തിലായിരുന്നു. ഇനിയും പകൽ സമയത്ത് ആ കാട്ടാനയെ തിരക്കി അലഞ്ഞു നടക്കുന്നതിൻ്റെ യാതൊരു കാര്യവും ആവശ്യവുമില്ല. അവൻ എപ്പം ഒറ്റതിരിഞ്ഞ് ആ കൂട്ടത്തിൽ നിന്ന് മാറുന്നു പോവും, അപ്പോൾ ആ ഗ്രാമീണൻ ഞങ്ങൾക്ക് വിവരമറിയിക്കും അവൻ പോയ ദിശ സഹിതം. അപ്പോൾ മാത്രമാണ് ഞങ്ങളുടെ ദൗത്യം ആരംഭിക്കുന്നത്. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. ആനയുടെ വരവ് ഗ്രാമത്തിലേക്ക് കുറഞ്ഞും വന്നു. ഒരുപക്ഷെ അവനെ വേട്ടയാടുവാൻ തക്കത്തിന് ഗ്രാമത്തിൽ ആരെങ്കിലും വന്ന വിവരം അവൻ അറിഞ്ഞു കാണണം. 3-4 ദിവസമായി ആന ഗ്രാമത്തെ ആക്രമിച്ചിരുന്നില്ല. ആനക്കൂട്ടത്തെ പിന്തുടർന്നു പോയ ഗ്രാമീണനും ഗ്രാമത്തിലേക്ക് മടങ്ങി വന്ന് ഞങ്ങളോട് അവനെപ്പറ്റി ഒന്നും പറഞ്ഞതുമില്ല. അതിൽ നിന്ന് ഞങ്ങൾ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. ചിലപ്പോൾ ആനക്കൂട്ടത്തിൽ നിന്ന് കൂട്ടം തെറ്റിപ്പോയ ആനയ്ക്ക് അവന്റെ കൂട്ടത്തെ കണ്ടെത്തുവാൻ കഴിഞ്ഞു കാണില്ല. അതിൽ പ്രകോപനം കൊണ്ടായിരിക്കാം അവൻ ഈ ഗ്രാമത്തെ ആക്രമിച്ചതെന്ന്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. വീണ്ടും ആ ഗ്രാമത്തിൽ ആനയുടെ ആക്രമണം ഉണ്ടായി. ഇത്തവണയും വനപാതയിലൂടെ സഞ്ചരിച്ച 2 പേർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അതിലൊരാൾ എങ്ങനെയൊക്കെയോ കൂടി രക്ഷപ്പെട്ടു. മറ്റേയാളെ ആന നിലത്തിട്ട് ചവിട്ടി അരച്ചു. തൻ്റെ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് ഓടി വന്ന അദ്ദേഹത്തിനെ പിന്തുടർന്ന് ആനയും ഗ്രാമത്തിലെത്തിയിരുന്നു. അന്നവൻ വലിയ കോലാഹലങ്ങളാണ് ഗ്രാമത്തിൽ കാട്ടിക്കൂട്ടിയത്. ആ സമയം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വനത്തിലേക്ക് ആനക്കൂട്ടങ്ങളെ പിന്തുടർന്ന് പോയിരിക്കുകയായിരുന്നു. മടങ്ങി വന്നപ്പോഴാണ് ആ വിവരങ്ങൾ മുഴുവൻ ഞങ്ങൾ അറിഞ്ഞത്.
അത്രയും ദിവസം അവന് വേണ്ടി അവിടെ കാത്തിരുന്നതാണ്. എന്നാൽ അന്നൊന്നും അവൻ അവിടേക്ക് വന്നിരുന്നില്ല. എന്നാൽ ഞങ്ങൾ അവനെ തിരക്കി വനത്തിലേക്ക് ഇറങ്ങിയ സമയം തന്നെ അവൻ ഞങ്ങളെ തേടി അവിടെ എത്തിയിരിക്കുന്നു. വനത്തിലെ മൃഗങ്ങളുടെ സ്വഭാവം എപ്പോഴാണ് മാറുക എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ലല്ലോ. ചില സമയങ്ങളിൽ അവ തികച്ചും വ്യത്യസ്തമായിരിക്കും പെരുമാറുക. മനുഷ്യ സാന്നിധ്യം ഇഷ്ടപ്പെടാത്ത, വനത്തിൽ ശാന്തമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവികളാണ് കാട്ടുമൃഗങ്ങളിലും ഏറെ. അവരുടെ സ്വൈര്യവിഹാരത്തിനും അതുപോലെ അവരുടെ സ്വഭാവത്തിന് വ്യതിചലനങ്ങളും ഉണ്ടാക്കുന്നതും മനുഷ്യന്റെ സാന്നിധ്യമാണ്. അന്ന് നടന്ന ആ സംഭവത്തിൽ നിന്നും ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും അവൻ ഗ്രാമത്തെ ആക്രമിക്കുവാൻ ഇവിടേക്ക് എത്തുമെന്നും അങ്ങനെ വരുന്ന സമയം ഗ്രാമത്തിന്റെ അരികിലായി വളർന്നു നിൽക്കുന്ന വലിയ മരത്തിൽ മച്ചാൻ കെട്ടി അവനെ വെടിവെച്ച് ഇടാമെന്നും ഞങ്ങൾ കണക്കുകൂട്ടി. അതിൻ പ്രകാരം ആ ഗ്രാമത്തിലെ ഗ്രാമീണരുടെ സഹായത്തോടെ ഗ്രാമത്തിന്റെ അതിരിൽ വളർന്നു നിൽക്കുന്ന വലിയൊരു മരത്തിൽ ഞങ്ങൾ താൽക്കാലികമായി ഇരിക്കുവാൻ പറ്റിയ മച്ചാൻ കെട്ടിയിട്ടു. ഇതുവരെ ഞങ്ങൾ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ മച്ചാനായിരുന്നു അത് എന്ന് അവിടെ കയറിയിരുന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സുഖമായി ഇരിക്കുന്ന രീതിയിലായിരുന്നു അവർ മച്ചാൻ കെട്ടിത്തന്നത്. നേരം സന്ധ്യയായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറുമാടത്തിൽ നിന്നും താഴേക്കിറങ്ങി ഗ്രാമത്തിന്റെ അതിരിൽ വളർന്നു നിൽക്കുന്ന ആ മരത്തിലേക്ക് വലിഞ്ഞു കയറും. ആ മച്ചാനിൽ കയറിയിരിക്കും. ആനയ്ക്ക് വേണ്ടി കാത്തിരിക്കും. അങ്ങനെ ഒരു ദിവസം സൂര്യൻ അസ്തമിച്ചു കാണണം. വനത്തിലേക്ക് ഇരുട്ട് കടന്നു വന്ന സമയം വനത്തിന്റെ ഉള്ളിൽ എവിടെ നിന്നോ ആനയുടെ ഉച്ചത്തിലുള്ള ചിഹ്നം വിളി ഞങ്ങൾ കേട്ടു. അതിനൊപ്പം മരച്ചില്ലകളും മരക്കൊമ്പുകളും ഒടിഞ്ഞു വീഴുന്ന ശബ്ദവും. റാവുത്തർ മച്ചാനിൽ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റൈഫിലിന്റെ തിര റീലോഡ് ചെയ്തു. സേഫ്റ്റി ക്യാപ്പ് ഊരി. ഞാനും എൻ്റെ റൈഫിൽ റീലോഡ് ചെയ്തു. സേഫ്റ്റി ക്യാപ്പ് റിമൂവ് ചെയ്തു. ഞങ്ങളിരിക്കുന്ന മച്ചാൻ കെട്ടിയിരിക്കുന്നത് അത്യാവശ്യം നല്ല പൊക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമത്തിന് ചുറ്റും അതിനു ചുറ്റുമുള്ള വനവും ഞങ്ങൾക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. എന്നാൽ നല്ല ഇരുട്ടാണ് പിന്നീട് അവിടേക്ക് കടന്നു വന്നത്. ചുറ്റുപാടുമുള്ളതൊന്നും ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുമായിരുന്നില്ല. ഗ്രാമത്തിലെ കുടിലുകളിൽ കത്തിച്ചു വെച്ച റാന്തലിന്റെ വെളിച്ചം മാത്രം അവിടെ ഇവിടെയായി തെളിഞ്ഞു കാണാം. നീലഗിരി മലനിരകളിൽ ഒരിക്കൽ ഞാൻ നരഭോജിയായ പുലിയെ പിടിക്കുവാൻ പോയ കാര്യം അപ്പോൾ ഞാൻ ഓർത്തു. ഇതുപോലെ തന്നെയായിരുന്നു അന്നും അവിടെ സംഭവിച്ചത്. അന്ന് ഞാൻ ഇരുന്നത് ഗ്രാമത്തിന്റെ നടുവിൽ നിന്നിരുന്ന വലിയൊരു മരത്തിലാണെന്ന് മാത്രം. പുലി എന്നെ കണ്ട് മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറാതിരിക്കുവാൻ വേണ്ടി മരത്തിന്റെ തടിയിൽ ഞങ്ങൾ കാട്ടുറോസ മുള്ളുകൾ കൊണ്ട് ചുറ്റി വരിഞ്ഞു കെട്ടിയിരുന്നു. അന്നും നല്ല ഇരുട്ടായിരുന്നു ചുറ്റുപാടും ഉണ്ടായിരുന്നത്. ആ ഇരുട്ടിലും ഞാൻ പുലിയെ വെടിവെച്ചിട്ട കാര്യമാണ് ഓർത്തത്. ഗ്രാമത്തിന്റെ കുടിലിന് മുന്നിൽ കത്തിച്ചു വെച്ച റാന്തലിന്റെ വെളിച്ചത്തിൽ പുലി ഗ്രാമത്തിലേക്ക് കടന്നു വരുന്നത് ഞാൻ കണ്ടിരുന്നു. അവിടെ മുതൽ അവന്റെ ഓരോ നീക്കങ്ങളും അതിസൂക്ഷ്മമായി തന്നെ ഞാൻ നിരീക്ഷിച്ചു. എന്റെ തോക്കിന്റെ റേഞ്ചിൽ വന്ന ഉടനെ തന്നെ ഞാൻ കാഞ്ചിയും വലിച്ചു. കൃത്യം പുലിയുടെ തലച്ചോറ് അവൻ തുരന്നെടുത്തു. വീണ്ടും ഒരു തിര കൂടി അവന്റെ ശരീരത്തിലേക്ക് ഉതിർക്കേണ്ടതിന്റെ ആവശ്യം എനിക്ക് വന്നില്ല. ആ കാര്യങ്ങളെല്ലാം ചിന്തിച്ചാണ് ഞാൻ അവിടെ അങ്ങിരുന്നത്. എന്നാൽ അക്ഷമനായ ഞങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഇരുട്ടിൽ മറ്റൊരിരുട്ട് ചലിക്കുന്നത് ഞങ്ങൾ കണ്ടു. റാവുത്തർ പതിയെ എന്നെ വിളിച്ചു. വർക്കി, നോക്കടാ, അങ്ങ് അകലെ എന്തോ ഒന്ന് നീങ്ങുന്നില്ലേ? നീ സൂക്ഷിച്ച് അവിടേക്കൊന്ന് നോക്കിയേ എന്ന് പറഞ്ഞതിന് ശേഷം റാവുത്തർ അവിടേക്ക് തന്റെ തോക്ക് ചൂണ്ടി. ഞാനും സൂക്ഷിച്ച് അവിടേക്ക് നോക്കി. അവിടെ ഇരുട്ട് ചലിക്കുന്നതായി എനിക്ക് തോന്നി. ഇലകളും മറ്റും അനങ്ങുന്നുമുണ്ട്. ഞങ്ങൾ കുറച്ചുനേരം അവിടേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. ഇനിയും ഞങ്ങൾക്ക് വേണ്ടത് അവനെ ഗ്രാമത്തിലേക്ക് മാടി വിളിക്കുക, അല്ലെങ്കിൽ അവനെ ഗ്രാമത്തിലേക്ക് ആകർഷിക്കുവാൻ വേണ്ട ശബ്ദമുണ്ടാക്കുക എന്നതാണ്. എങ്കിൽ മാത്രമേ അവനെ ഞങ്ങൾക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ അവന്റെ മർമ്മത്തേക്ക് ഞങ്ങൾക്ക് വെടിയുതിർക്കുവാനും സാധിക്കുകയുള്ളൂ. അവന്റെ ഭീമാകാരമായ ശരീരത്താണ് വെടിയുണ്ടകൾ തറച്ചു കയറുന്നത് എങ്കിൽ അതവനിൽ യാതൊരു പരിക്കും ഉണ്ടാകുകയില്ല. അവൻ ജീവനും കൊണ്ട് രക്ഷപ്പെടുവാനും സാധ്യതയുണ്ട്. അങ്ങനെ രക്ഷപ്പെടുകയാണ് എങ്കിൽ പിന്നീട് അവനെ കൊലപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നും വരും. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ എന്തു ചെയ്ത് അവനെ ഗ്രാമത്തിലേക്ക് ആകർഷിക്കും എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയമാണ് ഗ്രാമത്തിന്റെ ഉള്ളിലെ കുടിലിൽ നിന്നും ഒരു ഗ്രാമീണൻ പുറത്തേക്ക് ഇറങ്ങുന്നതും ഉച്ചത്തിൽ മൂക്ക് ചീറ്റുന്നതും. അത് കേട്ടതോടെ ഗ്രാമത്തിന്റെ അതിര് പങ്കിട്ട് നിൽക്കുന്ന വനത്തിന്റെ കട്ടപിടിച്ച ഇരുട്ടിൽ നിന്നും
ഉച്ചത്തിലുള്ളൊരു കൊലവിളി തന്നെ ഉയർന്നു. ഒറ്റയാൻ ഇരുട്ടിൽ നിന്നും പാഞ്ഞ് പുറത്തേക്ക് വന്നു. അവൻ ഞങ്ങളിരുന്ന മരത്തിനടിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഗ്രാമത്തെ ലക്ഷ്യമാക്കി കുതിച്ചു. ഗ്രാമത്തിലേക്ക് അവൻ പ്രവേശിച്ചപ്പോൾ തന്നെ അവനെ ഞങ്ങൾക്ക് വ്യക്തമായി കാണുവാൻ സാധിച്ചു. ഗ്രാമത്തിലെ റാന്തൽ വെളിച്ചത്തിന്റെ വെട്ടത്തിൽ അവനിപ്പോൾ ലക്ഷ്യമാക്കി കുതിച്ചോടുന്നത് ഗ്രാമത്തിലെ കുടിലിന് പുറത്തേക്ക് വന്ന ആ ഗ്രാമീണന്റെ നേരെയാണ്. അവൻ ഓടുന്നതുമെല്ലാം ഞങ്ങൾക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. ആനയുടെ ആ അപ്രതീക്ഷിതമായ വരവ് കണ്ട് സ്തബ്ധനായി നിൽക്കുകയാണ് ആ ഗ്രാമീണൻ, എന്ത് ചെയ്യണമെന്നറിയാതെ. പിന്നീട് ഒരു നിമിഷം പോലും വൈകിക്കാതെ ഓടുന്ന ആനയുടെ ചെവിയുടെ പുറകിലെ മർമ്മത്തിലേക്ക് ഞങ്ങളുടെ തോക്ക് ചൂണ്ടി കൃത്യം ലക്ഷ്യത്തിൽ ഉന്നം പിടിച്ചുകൊണ്ട് കാഞ്ചിയും വലിച്ചു. എന്നാൽ തിര തറച്ചു കയറിയത് എവിടെയാണെന്ന് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചില്ല. ഗ്രാമീണന്റെ നേരെ കുതിച്ചു ഓടിയാന ഒരു നിമിഷം പെട്ടെന്ന് നിന്നു, ഒരു അനങ്ങാപ്പാറ പോലെ. എന്നിട്ട് അവൻ ആളിലെ പോലെ നിന്ന് വിറയ്ക്കുവാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ എൻ്റെ ഉന്നം കൃത്യം അവൻ്റെ ചെവിയിലെ മർമ്മത്തിൽ കൊണ്ടതായി ഞങ്ങൾക്ക് മനസ്സിലായി. അവൻ നിന്ന് വിറച്ച തൊട്ടു പുറകെ തന്നെ റാവുത്തറും നിറയൊഴിച്ചു, അതും അവൻ്റെ മറ്റേ ചെവിയുടെ പുറകിലെ മർമ്മത്തിൽ തന്നെ. അതുകൂടി കൊണ്ടതോടെ ഒറ്റയാനയുടെ തല കീഴ്പോട്ട് കുനിഞ്ഞു, അവൻ്റെ പിൻകാലുകൾ മുകളിലേക്ക് ഉയർന്നു. അവൻ മുന്നിലേക്ക് നിലം കുത്തി ഇടതുവശത്തേക്ക് ചരിഞ്ഞു വീണു. എന്താണ് അവിടെ നടക്കുന്നതെന്ന് പോലും അറിയാതെ ആ ഗ്രാമീണൻ അവിടെ സ്തബ്ധനായി തന്നെ നിന്നു. ആന അവിടേക്ക് ചരിഞ്ഞു വീണപ്പോൾ ചെറുതായി ഭൂമി ഒന്ന് പ്രകമ്പനം കൊണ്ടു. വെടിയുടെ ഒച്ചയും ആനയുടെ അലർച്ചയും അവിടെ ഉയർന്നതോടെ അവിടെ ഉറങ്ങിക്കിടന്ന ഗ്രാമീണർ എല്ലാവരും തന്നെ ഉണർന്നു. സംഭവം നടന്ന സ്ഥലത്തേക്ക് ഓടിക്കൂടി. മാസങ്ങളായി അവരുടെ ഗ്രാമത്തെയും വനത്തെയും ഭീതിയിലാഴ്ത്തിയിരുന്ന ആ കൊലയാനയായ കൊമ്പൻ അവർക്ക് മുന്നിൽ ചത്തു മനച്ചു കിടക്കുന്ന കാഴ്ചയാണ് അവർക്ക് കാണുവാൻ സാധിച്ചത്. ആ കാഴ്ച കണ്ട അവർ ഉല്ലാസത്തിൽ ആറാടി. അവിടുത്തെ ഗ്രാമത്തലവൻ തൻ്റെ വാളെടുത്തുകൊണ്ടുവന്ന് ആനയുടെ കൊമ്പ് മുറിച്ചെടുത്തു ഞങ്ങൾക്ക് മുന്നിലായി കാഴ്ചവെച്ചു. കൊലയാനയായ കൊമ്പൻ ചരിഞ്ഞ വിവരം നാടെങ്ങും പാട്ടായി. അവനെ കൊല്ലുന്നവർക്ക് പ്രഖ്യാപിച്ച ഇനാമും ഞങ്ങൾക്ക് ലഭിച്ചു. അന്നത്തെ ആ യാത്ര അപ്രതീക്ഷിതമായ ഒരു റിവാർഡാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. അങ്ങനെ അതെല്ലാം കൈപ്പറ്റി ഈ കാലഘട്ടത്തിൽ ഞാൻ ഉൾപ്പെടെ അടങ്ങുന്ന ആളുകൾ ആനയ്ക്കും അവയുടെ കൊമ്പുകൾക്കും അതുപോലെ ട്രോഫികൾക്കും വേണ്ടിയുള്ള തിരച്ചിലിലാണ്. ആനക്കൊമ്പുകളുടെയും മൃഗങ്ങളുടെ തോലുകൾക്കും കിട്ടുന്ന മൂല്യം കണ്ടുകൊണ്ടാണ് ഓരോരുത്തരും ഈ മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. പിന്നെ ചിലർ വിനോദത്തിന് വേണ്ടിയും. അങ്ങനെ വേട്ടയാടുന്നതിനെ ഹണ്ടിങ് ഗെയിം എന്നാണ് പറയുന്നത്. അതിന് ലഭിക്കുന്നത് ട്രോഫികളാണ്. അവർ തന്നെ വെടിവെച്ചിടുന്ന മൃഗങ്ങളുടെ തലയാണ് ട്രോഫിയായി അവർ കൊണ്ടുപോകുക. അതിന് പ്രതിഫലമായി അവരെ സഹായിക്കുന്നവർക്ക് പണവും വസ്ത്രങ്ങളും അവർ നൽകും. ആഫ്രിക്കയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള നായാട്ടുകാരെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അവരെ സഹായിക്കുന്ന തദ്ദേശികരെയും. ട്രോഫികൾ വേട്ടയാടാൻ വേണ്ടി പോകുന്ന വേട്ടക്കാർ വേട്ടയാടുന്നത് ഏറ്റവും വലിയ മൃഗങ്ങളെ ആയിരിക്കും. ഏറ്റവും വലിയ ആനയോ സിംഹത്തെയോ പുലിയോ ഒക്കെയാണ് അവർ വേട്ടയാടുന്നത്. അങ്ങനെ അവർ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളുടെ ആനയാണെങ്കിൽ അവയുടെ കൊമ്പുകളും, സിംഹമാണെങ്കിൽ അവയുടെ തലയും തോലുമെല്ലാം അവർ കൂടെ കൊണ്ടുപോകും. അത് അവരുടെ ഒരു പ്രൗഢിയാണ്. പിന്നെ വിനോദവും. എന്നാൽ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് തികച്ചും വിനോദത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. അന്താരാഷ്ട്ര വിപണിയിൽ മൂല്യമുള്ള ആനക്കൊമ്പുകളും അതുപോലെ കാണ്ടാമൃഗത്തിന്റെ കൊമ്പുകളും തേടിയാണ്. ഇങ്ങനെയുള്ള കൊമ്പുകൾ കൊണ്ടുണ്ടാക്കുന്ന ആഡംബര വസ്തുക്കൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ നല്ല മൂല്യമാണുള്ളത്. അതിനാൽ തന്നെ ഇതിന് ആവശ്യക്കാരും കൂടുതലാണ്. ഇതിന്റെ വിപണി മൂല്യം അറിഞ്ഞതുകൊണ്ടാണ് ഞാനും എൻ്റെ ആളുകളും ഇവിടേക്ക് ആനകളെയും കാണ്ടാമൃഗങ്ങളെയും വേട്ടയാടുവാൻ വേണ്ടി എത്തിയത്. ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് AC വില്യം എഡ്വേർഡിന്റെ ഒരു ആനവേട്ട കഥയാണ്. ആനകളെ തേടിയുള്ള യാത്രക്കിടയിൽ ഞങ്ങൾക്ക് കിട്ടിയ വിവരമനുസരിച്ചാണ് ഞങ്ങൾ മർസബിറ്റ എന്ന സ്ഥലത്തേക്ക് എത്തിയത്. കെനിയയിലെ ഒരു സ്ഥലമാണ് മർസബിറ്റ. വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം. തവിട്ട് നിറത്തോടുകൂടി ഒരാൾ പൊക്കം വളർന്നു നിൽക്കുന്ന പുൽക്കാടുകളും കുറ്റിക്കാടുകളും മരങ്ങളും നിറഞ്ഞ ഒരു വനമാണത്. ഈ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ ആനകളെ കൂടുതലായി കാണാൻ കഴിയുമെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. സിംഹങ്ങൾ താരതമ്യേന കുറവാണ്. ചീറ്റകളും ജാഗ്വാറുകളും മാംസഭോജികളായ മൃഗങ്ങൾ താരതമ്യേന ഇവിടെ കുറവാണ്. പിന്നെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് കഴുതപ്പുലികളെയാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ കഴുതപ്പുലികളെ കാണുവാൻ സാധിക്കും. പിന്നെ കാണുവാൻ സാധിക്കുക കാട്ടുപോത്തുകളെയാണ്. നമ്മുടെ പ്രധാന ലക്ഷ്യം ഇവയൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ മർസബിറ്റ എന്ന സ്ഥലത്തെ ഒരു ഗ്രാമത്തിൽ തമ്പടിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ അതിനുവേണ്ടി എത്തിച്ചേർന്നത് അവിടുത്തെ ഒരു ഗോത്ര ഗ്രാമത്തിലാണ്. ഗോത്രത്തലവനെ കാണുകയും കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിനുള്ള സമ്മാനങ്ങളും വസ്ത്രങ്ങളും ഞങ്ങൾ നൽകി. അദ്ദേഹത്തെ കൂടുതൽ സന്തോഷവാനാക്കി. അതിന്റെ പ്രതിഫലം എന്ന പോലെ ആയിരിക്കാം അദ്ദേഹം ഞങ്ങൾക്ക് ഗ്രാമത്തിൽ താമസിക്കുവാനുള്ള അനുമതി നൽകി.
ഇവിടുത്തെ ഗ്രാമീണരുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയും കന്നുകാലി വളർത്തലുമാണ്. ഇവർക്ക് ധാരാളം പശുക്കളുണ്ട്. ആടുകളും ചെമ്മരിയാടുകളും വേറെയും. ഇവയെല്ലാം അവർ മേയ്ക്കുവാൻ കൊണ്ടുപോകുന്നത് അടുത്തുള്ള പുൽമേടുകളിലും മറ്റുമാണ്. ഇടയ്ക്കിടയ്ക്ക് കഴുതപ്പുലികളുടെ കൂട്ടമായ ശല്യം അവിടെ ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം അവർ പ്രതിരോധിക്കുന്നുണ്ട്. അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കാട്ടിൽ നിന്നും കാടിറങ്ങി വരുന്ന കാട്ടാന കൂട്ടത്തെയാണ്. കാടിറങ്ങി അവ എപ്പോഴൊക്കെയാണോ പുറത്തേക്ക് വരുന്നത് അപ്പോഴെല്ലാം അവിടുത്തെ ഗ്രാമീണർക്ക് വലിയ നഷ്ടങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. അവരുടെ കൃഷിയിടങ്ങൾ പൂർണ്ണമായും ആനകൾ നശിപ്പിക്കും, ചവിട്ടി അരയ്ക്കും. നേരം പുലരുന്നതിന് മുന്നേ അവ കാട് കയറുകയും ചെയ്യും. എന്നാൽ അവിടെ താമസിക്കുന്ന ആളുകൾ പ്രകൃതിയുടെ നിയമത്തിന് വിധേയരാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണ് അവിടെയുള്ളത്. തങ്ങൾ ചെയ്ത എന്തോ തെറ്റിന്റെ ഫലമായാണ് അവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിച്ചതെന്ന് വിശ്വസിക്കുന്ന ആളുകളാണവർ. അതിനാലൊക്കെ ആയിരിക്കാം അവർ കാട്ടാനകളെ ഉപദ്രവിക്കാത്തത്. ഈ വനത്തിൽ പലയിടത്തും നമുക്ക് കാണുവാൻ സാധിക്കും. ആനകൾ സഞ്ചരിക്കുന്നത് കൂട്ടമായാണ്. മനുഷ്യന്റെ സാന്നിധ്യം തീരെ ഇഷ്ടപ്പെടാത്ത ഒരു വർഗമാണ് ആനകൾ. അവർക്ക് എപ്പോഴാണോ മനുഷ്യന്റെ ഗന്ധം ലഭിക്കുന്നത് അവർ ആ സമയം തന്നെ അവിടെ നിന്നും മറ്റെവിടേക്കെങ്കിലും പോയി മറയും. ഏകദേശം 1 മാസക്കാലമാണ് ഞങ്ങൾ ഇവിടെ ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആവുന്നത്രയും ആനകളെ വെടിവെച്ച് കൊല്ലണം. അവയുടെ കൊമ്പുകൾ ഊരിയെടുക്കണം. അതിനുശേഷം ലേക്ക് വിക്ടോറിയ ലക്ഷ്യമാക്കി പോകണം. എന്തിനു വേണ്ടിയാണ് ലേക്ക് വിക്ടോറിയ ഞങ്ങൾ ലക്ഷ്യമാക്കി പോകുന്നതെന്ന് ഇതിനു മുന്നേയുള്ള കഥകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. AC വില്യം എഡ്വേർഡിന്റെ ഇതിനു മുന്നേയുള്ള കഥകൾ നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ അതൊന്ന് പോയി കേൾക്കുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐ ഐക്കണിലും കൊടുത്തേക്കാം. 1 മാസം കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇവിടേക്ക് ഇനിയും തിരിച്ചു വരേണ്ടതുണ്ടോ അതോ മറ്റെവിടേക്കെങ്കിലും പോകേണ്ടതുണ്ടോ എന്ന് ഞങ്ങൾക്ക് തീരുമാനമെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഗോത്രത്തലവൻ ഞങ്ങൾക്ക് താമസിക്കുവാൻ വേണ്ടി 3 കുടിലുകൾ തന്നു. അതിലൊരെണ്ണം എനിക്ക് താമസിക്കുവാൻ വേണ്ടിയായിരുന്നു. മറ്റേത് 2 എൻ്റെ കൂടെ വന്ന സഹായികൾക്കും. ഈ നാട്ടിൽ ഞങ്ങൾ ആദ്യമായാണ് വരുന്നത്. ചുറ്റുമുള്ള കാടുകളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപരിചിതമായ വനമാണ്. ഇവിടെ എവിടെയൊക്കെയാണ് മരണം മറഞ്ഞിരിക്കുക എന്ന് പറയുവാൻ സാധിക്കുകയില്ല. കാട്ടാനകളും സിംഹങ്ങളും പുലികളും ജാഗ്വാറുകളും ഈ വനത്തിലുണ്ട്. ഇവിടെ അവയെ അപൂർവമായാണ് കാണുവാൻ സാധിക്കുക എങ്കിലും അപകടങ്ങൾ എപ്പോഴാണ് നമ്മളെ തേടിയെത്തുക എന്ന് പറയുവാൻ സാധിക്കുകയില്ലല്ലോ. അതുപോലെ വഴിതെറ്റി ഈ വനത്തിൽ അകപ്പെട്ടാൽ പിന്നെ ഒരു തിരിച്ചുവരവും ഉണ്ടായില്ല. അതിനാൽ തന്നെ ഞങ്ങളുടെ ദൗത്യത്തിനു വേണ്ടി നാളെ വനത്തിലേക്ക് പുറപ്പെടുമ്പോൾ ഗോത്ര ഗ്രാമത്തിൽ നിന്നും സഹായത്തിന് 2-3 പേരെ കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഞാൻ വീണ്ടും ഗോത്രത്തലവനെ കാണുവാൻ പോയി. അദ്ദേഹത്തിനോട് കാര്യം പറഞ്ഞു. അയാൾ സഹായിക്കാമെന്ന് ഞങ്ങൾക്ക് വാക്ക് നൽകി. അന്ന് രാത്രിയിലേക്കുള്ള ഞങ്ങളുടെ അത്താഴം ഞങ്ങൾക്ക് നൽകിയത് ഗോത്രത്തലവന്റെ കുടിലിൽ നിന്നുമായിരുന്നു. അവർ കഴിക്കുന്ന ആഹാരം തന്നെയായിരുന്നു ഞങ്ങൾക്ക് അവർ നൽകിയതും. വളരെ സന്തോഷപൂർവ്വം തന്നെ ഞങ്ങളത് സ്വീകരിക്കുകയും ആഹരിക്കുകയും ചെയ്തു. നാളെ നേരം പുലരുമ്പോൾ തന്നെ 2 സംഘങ്ങളായി വനത്തിലേക്ക് ഇറങ്ങണം. ഒരു സംഘം ആഹാരം തേടിയും മറ്റു സംഘം ആനയെ തേടിയും. ആനകളെ തേടി പോകുന്ന സംഘത്തെ നയിക്കുന്നത് ഞാനാണ്. ഞങ്ങളുടെ സെറ്റിൽമെന്റിലേക്ക് വേണ്ട ആഹാരങ്ങളുടെ ഉത്തരവാദിത്വം മൈക്കിനാണ്. അത് തേടി മൈക്കാണ് പോകുന്നത്. നാളത്തെ പദ്ധതികളെല്ലാം ആവിഷ്കരിച്ചുകൊണ്ട് കുടിലിന് പുറത്ത് ഞങ്ങൾ അങ്ങനെയിരുന്നു. രാത്രിയാണ്. തികച്ചും നിശബ്ദതയാണ്. കുടിലിന് മുന്നിൽ കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുന്ന വിറകിൽ നിന്നുമുള്ള ഒരു വെട്ടം മാത്രമേ ആ പരിസരത്തുള്ളൂ. മറ്റൊരു വെട്ടവുമില്ല. തികഞ്ഞ അന്ധകാരം ഭൂമിയെ വന്ന് മൂടി എന്ന നിലയിലായിരുന്നു ഞങ്ങൾക്കപ്പോൾ തോന്നിയത്. വനത്തിൽ നിന്നും എവിടെ നിന്നോ ആനകളുടെ ചിഹ്നം വിളി ഞങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുമായിരുന്നു. അത് ഞങ്ങളിൽ ഉണർത്തിയ ആത്മവിശ്വാസം ചെറുതൊന്നുമായിരുന്നില്ല. അങ്ങനെ വളരെ സന്തോഷത്തിൽ തന്നെയായിരുന്നു അന്ന് രാത്രിയിൽ ഞങ്ങൾ ഞങ്ങളുടെ കുടിലുകളിലേക്ക് കടക്കുവാൻ വേണ്ടി പോയത്. കുടിലുകളുടെ വാതിലുകൾക്ക് പറയേണ്ടത്ര ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഉള്ള സാഹചര്യത്തിൽ ഞങ്ങൾ ജീവിക്കുവാൻ പഠിച്ചു കഴിഞ്ഞിരുന്നു. ഞങ്ങളുടെ സാധനങ്ങളും മറ്റും ഞങ്ങൾ കുടിലുകളിൽ കൊണ്ടുവച്ചു, സുരക്ഷിതമാക്കി. റൈഫിലുകളും മറ്റും കുടിലിന്റെ ഒരു മൂലയിൽ ഭദ്രമായി വെച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ കട്ടിലിലേക്ക് പോയി കിടന്നു. 2 ദിവസം നീണ്ടുനിന്ന യാത്ര എന്നിൽ വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുത്തിയിരുന്നു. അത് ഉറക്കമായി എൻ്റെ കണ്ണുകളിലേക്ക് അപ്പോഴേക്കും വന്നു നിറഞ്ഞു കഴിഞ്ഞിരുന്നു. അല്പസമയം കഴിഞ്ഞു കാണും ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിന്നീട് ഉണരുന്നത് നേരം പുലരുമ്പോഴാണ്. ഞാൻ കുടിലിന് പുറത്തേക്ക് എത്തിയപ്പോൾ തന്നെ എന്നെ കാത്ത് എൻ്റെ സഹായികൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മൈക്കും സംഘവും പുലർച്ചെ തന്നെ ആഹാരം തേടി മാംസം തേടി വനത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. അവൻ്റെ കൂടെ തദ്ദേശനായ ഒരു ആദിവാസി യുവാവും പോയിരുന്നു എന്നും എൻ്റെ സഹായികൾ എന്നോട് പറഞ്ഞു. അത് വേറെയൊന്നും കൊണ്ടായിരുന്നില്ല. വനത്തെപ്പറ്റി യാതൊന്നും ഞങ്ങൾക്ക് അറിയുകയില്ല. വനത്തിലകപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചു വരുവാനുള്ള വഴിയും അറിയുകയില്ല. വനത്തെപ്പറ്റി അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ഭയക്കാനാണ്. അവർക്ക് വനത്തെപ്പറ്റി കൂടുതൽ അറിയുവാൻ സാധിക്കും. മൃഗങ്ങൾ എവിടെയൊക്കെയാണ് നിൽക്കുന്നതെന്നും അവയൊക്കെ എവിടെയൊക്കെ വെച്ച് കണ്ടുമുട്ടാൻ കഴിയുമെന്നും അവർക്ക് അറിയുവാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം. തിരിച്ചു വരുമ്പോൾ അവന് പ്രതിഫലമായി വേട്ടയാടി ലഭിച്ച മൃഗത്തിന്റെ ഒരു തുണ്ട് മാംസം മാത്രം കൊടുത്താൽ മതിയായിരിക്കും.
പിന്നെ ഒട്ടും താമസിച്ചില്ല. ഞാൻ എൻ്റെ റൈഫിൾ എടുത്തുകൊണ്ടുവന്നു. ഞാനും എൻ്റെ സഹായികളും വനത്തിലേക്ക് പോകുവാൻ തയ്യാറെടുത്തു. കാടിനെക്കുറിച്ച് നല്ലപോലെ അറിയാവുന്ന 2 പേർ ഞങ്ങൾക്കൊപ്പം സഹായത്തിനു വേണ്ടി കൂടി. ഇവർക്കും വൈകുന്നേരം തിരികെ പോകുമ്പോൾ മൈക്ക് കൊണ്ടുവരുന്ന മൃഗത്തിൻ്റെ മാംസത്തിൽ നിന്നും ഒരു കഷ്ണം കൊടുത്താൽ മതിയായിരിക്കാം എന്ന് ഞാൻ കണക്ക് കൂട്ടി. എന്നാൽ അവരുടെ നോട്ടവും ആഗ്രഹവും മറ്റൊന്നായിരുന്നു. ഞങ്ങൾ കൊണ്ടുവന്ന വസ്ത്രങ്ങളിലായിരുന്നു അവരുടെ നോട്ടം മുഴുവനും. എന്നാൽ ഞാനത് ശ്രദ്ധിച്ചില്ല, അറിഞ്ഞ ഭാവം കാട്ടിയില്ല. ഇന്ന് വൈകുന്നേരം ഞാൻ അവർക്ക് പ്രതിഫലമായി വസ്ത്രങ്ങൾ നൽകുകയാണെങ്കിൽ നാളെ അവർ വരികയില്ല, അതെനിക്ക് ഉറപ്പാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലതവണ ഞാൻ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. വസ്ത്രങ്ങളെപ്പറ്റിയും മറ്റ് സമ്മാനങ്ങളെപ്പറ്റിയും ഇവിടെ നിന്ന് ഞങ്ങൾ പോകുമ്പോൾ ചിന്തിക്കാം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഞങ്ങളുടെ സാധനങ്ങൾക്ക് കാവൽ നിൽക്കുക എന്നത്. അതിനുവേണ്ടി ഞങ്ങളുടെ കൂടെ വന്ന സഹായികളെ 2 പേരെ ഞങ്ങൾ കാവൽ നിർത്തിയിരുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങൾ കൊണ്ടുവന്ന സമ്മാനങ്ങൾ ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ കണ്ടിരുന്നു. അവരുടെ എല്ലാം കണ്ണുകൾ ഞങ്ങളുടെ കുടിലിനുമേലെയും ഞങ്ങളുടെ പെട്ടികൾക്കുമേലെയും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോകുന്ന സമയം തീർച്ചയായും അവർ ഞങ്ങളുടെ കുടിലുകളിലേക്ക് കയറുകയും അത് എടുത്തുകൊണ്ട് പോകുകയും ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. ഒരുപക്ഷെ അവർ എടുക്കില്ലായിരിക്കാം, നമുക്ക് അത് പറയുവാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ, കുടിലുകളുടെ വാതിലുകൾക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. അതിനാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും 2 പേരെ അവിടെ നിർത്തിയതിനു ശേഷമാണ് വനത്തിലേക്ക് പോകുവാൻ ഞാൻ തയ്യാറായത്. എൻ്റെ കൂടെ വന്ന ഗോത്രത്തിലെ ആളുകൾ നല്ല യുവാക്കളായിരുന്നു. അവർക്ക് വനത്തെപ്പറ്റി അവരുടെ കൈരേഖ പോലെ അറിയാമായിരുന്നു. അവർ ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് ആ വനത്തിലേക്ക് യാത്ര തിരിച്ചു. വടക്ക് ഭാഗം ലക്ഷ്യമാക്കിയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾ പൊക്കം വളർന്നു നിൽക്കുന്ന തവിട്ട് നിറമേറിയ പുല്ലുകൾ താണ്ടി ഞങ്ങൾ മുന്നിലേക്ക് യാത്ര ചെയ്തു. അവരുടെ കൈവശം ഉണ്ടായിരുന്ന പ്രത്യേക രീതിയിൽ നിർമ്മിച്ച വാളുകൾ കൊണ്ട് അവർ പുല്ലുകൾ വെട്ടി മാറ്റുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ റൈഫിൾ മുറുകെ പിടിച്ചു. അവർക്ക് തൊട്ടു പിന്നിലായി ഞാൻ നടന്നു. എനിക്ക് തൊട്ടു പിന്നിലായി എൻ്റെ സഹായികളും. എൻ്റെ കൈവശം 2 റൈഫിലുകളാണുള്ളത്. എൻ്റെ തൊട്ടുപുറയിൽ വന്നിരുന്ന സഹായിയുടെ കയ്യിൽ ഞാൻ എൻ്റെ ഒരു റൈഫിൾ കൊടുത്തിരുന്നു. എന്തെങ്കിലും കാരണവശാൽ എൻ്റെ ഈ റൈഫിൾ പ്രവർത്തിച്ചില്ല എങ്കിൽ മറ്റേത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരെണ്ണം കയ്യിൽ കൊണ്ടു നടക്കുന്നത്. കിട്ടിയ അവസരം പാഴാക്കരുതല്ലോ, അതിനായി. അവർ വെട്ടിത്തെളിച്ച വഴിയെ ഞങ്ങൾ മുന്നിലേക്ക് നടന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ വനത്തിലേക്ക് എത്തിച്ചേർന്നു. കുറ്റിക്കാടുകളും മരങ്ങളും നിറഞ്ഞ ഒരു വലിയ വനമായിരുന്നു അത്. വിശാലമായി പടർന്നു കിടക്കുന്ന ഈ വലിയ വനത്തിൽ ആനക്കൂട്ടങ്ങളെ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാണെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. എങ്കിലും ആനക്കൂട്ടത്തെ തേടിയുള്ള യാത്ര ഞങ്ങൾ മുന്നിലേക്ക് തന്നെ കൊണ്ടുപോയി. കത്തുന്ന സൂര്യൻ്റെ ചൂട് എന്നിൽ വല്ലാതെ ചൂട് അനുഭവപ്പെടുത്തി. നല്ല ക്ഷീണവും ദാഹവും എനിക്ക് സമ്മാനിച്ചു. ഏകദേശം ഉച്ചവരെ ഞങ്ങൾ ആ വലിയ വനത്തിലൂടെ അലഞ്ഞു നടന്നു. വളർന്ന് പന്തലിച്ച് കിടക്കുന്ന കുറ്റിക്കാടുകളും തണൽ വിരിച്ചു നിൽക്കുന്ന തണൽ മരങ്ങളും ഞങ്ങൾ അവിടെ കണ്ടു. പല മരങ്ങൾക്ക് ചുവട്ടിലും ഞങ്ങൾ അല്പനേരം വിശ്രമിച്ചു. ഉച്ചയായപ്പോഴേക്കും ഞങ്ങൾ മൈലുകൾ തന്നെ സഞ്ചരിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ ആനകളെയോ ആനക്കൂട്ടങ്ങളെയോ അവയുടെ അടയാളങ്ങളോ ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. ഉച്ചയായപ്പോഴേക്കും എൻ്റെ കൂടെ വന്ന എൻ്റെ സഹായികളിൽ പലരും നല്ലപോലെ ക്ഷീണിച്ചു, തളർന്നു. ഇനിയും മുന്നിലേക്ക് പോകുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. തിരികെ ഗോത്രഗ്രാമത്തിലേക്ക് പോകാമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാനാണ് അവരോട് പറയുന്നതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. എനിക്ക് അവരുടെ ഗോത്രഭാഷ വശമില്ല. എൻ്റെ കൂടെ വന്ന എന്നെ സഹായിക്കാൻ വന്ന സഹായികളിൽ ഒരാൾക്ക് ഇവരുടെ ഗോത്രഭാഷ നല്ല വശമാണ്. അയാൾ മുഖേനയാണ് ഞാൻ ഗോത്രത്തലവനോടും ഇവരോടും സംസാരിക്കുന്നത്. ഞങ്ങൾ അത്രയും നടന്നപ്പോഴേക്കും വല്ലാതെ ക്ഷീണിച്ചു. എന്നാൽ ഞങ്ങൾക്കൊപ്പം ഗ്രാമത്തിൽ നിന്നും വന്ന അവർ ഒട്ടും ക്ഷീണിതരായി തോന്നിയില്ല. അവരുടെ മുഖത്ത് ആവേശവും ചുറുചുറുപ്പും കാണാമായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ അവർ ഞങ്ങളെ തിരികെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. ഗ്രാമത്തിലേക്ക് എത്തിയപ്പോഴേക്കും വൈകുന്നേരമായി കഴിഞ്ഞിരുന്നു. ഞങ്ങൾ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോഴേക്കും മൈക്കും സംഘവും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അവർ വലിയ സന്തോഷത്തിലാണ്. അത്യാവശ്യം വലിപ്പമേറിയ ഒരു കാട്ടുപോത്തിനെ തന്നെ വേട്ടയാടി കൊല്ലുവാൻ മൈക്കിന് സാധിച്ചു. അതിനെ വെട്ടി കഷ്ണങ്ങളാക്കിയാണ് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതിലൊരു ഭാഗം ഗോത്രത്തലവന് സമ്മാനമായി നൽകിയെന്നും മൈക്ക് എന്നോട് പറഞ്ഞു. ഇന്ന് എൻ്റെ കൂടെ വനത്തിലേക്ക് വഴികാട്ടുവാൻ വന്ന ആ യുവാക്കൾക്ക് അതിൽ നിന്നും 2 തുണ്ട് മാംസം മുറിച്ചെടുത്ത് അവർക്ക് ഞാൻ നൽകി. അതിനുശേഷം നാളെയും വരണമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു. ഇന്നത്തെ യാത്ര വളരെ ക്ഷീണം എൻ്റെ ശരീരത്ത് അനുഭവപ്പെടുത്തി. ആ ക്ഷീണം കാരണമായിരിക്കാം അല്പസമയം വിശ്രമത്തിന് വേണ്ടി ഞാൻ എൻ്റെ കുടിലിലേക്ക് പോയി. പിന്നെ രാത്രിയിലാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഞാൻ എഴുന്നേറ്റ് എൻ്റെ കുടിലിന് പുറത്തേക്ക് വന്നപ്പോഴേക്കും എനിക്കുള്ള ആഹാരം അവിടെ തയ്യാറാക്കി അവർ വെച്ചിരുന്നു. ഇന്നവർ വേട്ടയാടി കൊണ്ടുവന്ന പോത്തിൻ്റെ മാംസം
തീയിൽ ചുട്ടെടുത്തതും ഗോത്രത്തലവൻ നൽകിയ ധാന്യങ്ങളുമായിരുന്നു എനിക്ക് ആഹാരമായി അവിടെ വെച്ചിരുന്നത്. ഞാനത് ആഹരിച്ചു. നാളത്തെ പദ്ധതികൾ ആവിഷ്കരിച്ചു. മൈക്കിനോടും സഹായികളോടും അത് പങ്കുവെക്കുകയും ചെയ്തു. നാളെ മൈക്കിന് ആഹാരത്തിന് വേണ്ടിയുള്ള മാംസം തിരക്കി വനത്തിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യമില്ല. 2 ദിവസത്തെ ആഹാരത്തിനുള്ള മാംസം അവൻ ഒറ്റ ദിവസം കൊണ്ട് കൊണ്ടുവന്നിരുന്നു. അതിനാൽ തന്നെ നാളെ എനിക്കൊപ്പം ആനകളെ തിരക്കി വനത്തിലേക്ക് വരുവാൻ ഞാൻ അവനോട് ആവശ്യപ്പെട്ടു. 2 സംഘങ്ങളായി തിരിഞ്ഞ് 2 ദിശയിലേക്ക് നാളെ യാത്ര ചെയ്യണമെന്നും ആനകളുടെ ട്രാക്ക് കിട്ടിയാൽ ഉടനെ തന്നെ ഞങ്ങളുടെ അരികിലേക്ക് വന്ന് എനിക്ക് റിപ്പോർട്ട് തരണമെന്നും ഞാൻ അവനോട് പറഞ്ഞു. അതിന് സാധിച്ചില്ല എങ്കിൽ നിനക്ക് ആനയെ കൊല്ലുവാൻ കഴിയുമെങ്കിൽ ഒട്ടും അമാന്തിക്കാതെ അവനെ വെടിവെച്ച് കൊല്ലുവാനുള്ള ഉത്തരവും ഞാൻ അവന് നൽകി. അത് ഞാൻ പറഞ്ഞു നിർത്തിയപ്പോൾ അവൻ്റെ മുഖത്ത് തെളിഞ്ഞ സന്തോഷം ഞാൻ കണ്ടതാണ്. അവൻ്റെ കഴിവിൽ എനിക്ക് വലിയ വിശ്വാസമാണ്. അവൻ എനിക്കൊപ്പം മുമ്പും എൻ്റെ സഹായിയായി വന്നിട്ടുണ്ട്, ആനകളെ വേട്ടയാടുവാൻ വേണ്ടി. ഒരിക്കൽ ഒരാനയെ അവൻ വെടിവെച്ചിട്ടിട്ടുമുണ്ട്. നേരം പുലർന്നപ്പോൾ തന്നെ ആനകളെ തേടിയുള്ള യാത്രയ്ക്ക് ഞങ്ങൾ തുടക്കമിട്ടു. ഗോത്രഗ്രാമത്തിന് ചുറ്റും വളർന്നു നിൽക്കുന്ന വനത്തിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. അതിവിശാലമായി വളർന്നു കിടക്കുന്ന വനം. 2 വശങ്ങളിലേക്കും ഞങ്ങൾ യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചു. 2 സംഘങ്ങളായി. മൈക്കടങ്ങുന്ന സംഘം മറ്റൊരു വഴിക്കും ഞാനടങ്ങുന്ന സംഘം മറ്റൊരു വഴിക്കും യാത്രയായി. ഞങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ആദിവാസി ഊരിൽ നിന്നും 2 പേരും ഓരോ സംഘത്തിൽ ചേർന്നു. അവരാണ് ഞങ്ങൾക്ക് വഴി കാട്ടുന്നത്. തലേ ദിവസം ഞാൻ വൈകിട്ട് ഗോത്രത്തലവനെ പോയി കണ്ടിരുന്നു. അദ്ദേഹത്തിനോട് ഞങ്ങളുടെ സങ്കടം പറഞ്ഞിരുന്നു. അദ്ദേഹം സഹായിക്കാമെന്ന് പറഞ്ഞു. അതിനാൽ തന്നെയാണ് ഗ്രാമത്തിൽ നിന്നും നല്ല 2 ട്രാക്കർമാരെ ഞങ്ങൾക്ക് നൽകിയത്. അങ്ങനെ ഞങ്ങൾ വിശാലമായി കിടക്കുന്ന ആ വനത്തിലേക്ക് പ്രവേശിച്ചു. ഇത്തവണ അതികഠിനമായ പാതകളിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന കുറ്റിക്കാടുകൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവയിലെ മുള്ളുകൾ എൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി. എങ്കിലും അതൊന്നും വകവെക്കാതെ ഞങ്ങൾ മുന്നിലേക്ക് നടന്നു. ഇത്തവണ ഞാൻ വനത്തിലേക്ക് പോയപ്പോൾ എനിക്കൊപ്പം വഴികാട്ടുവാൻ അയച്ചത് ലിന്ദ എന്ന ഗോത്രത്തിലെ ഒരാളെ ആയിരുന്നു. നല്ല ആരോഗ്യവാനും ഒത്ത വലിപ്പമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അയാളുടെ ഒരു കൈയിൽ വാളും മറ്റേ കൈയിൽ ഒരു കുന്തവും ഉണ്ടായിരുന്നു. യാതൊന്നിനെയും പേടിക്കാതെ അത്യധികം ധൈര്യത്തോടെയും ഊർജ്ജസ്വലനായും അയാൾ മുന്നിലേക്ക് നടന്നു. ചെടികളും കുറ്റിക്കാടുകളും വെട്ടിമാറ്റി അയാൾ ഞങ്ങൾക്ക് വഴിയൊരുക്കി. അവൻ്റെ ആവേശം ഞങ്ങളിൽ പുതുജീവൻ ഉണർത്തി. കുറച്ചു ദൂരം മുന്നിലേക്ക് പോയി കാണണം. അവൻ കൈകൊണ്ട് ഞങ്ങളോട് നിൽക്കുവാൻ ആംഗ്യം കാണിച്ചു. ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് വനത്തിനുള്ളിലെ ഒരു തടാകത്തിൻ്റെ അരികിലേക്കാണ്. അതിൻ്റെ തീരത്ത് പല മൃഗങ്ങളുടെയും കാൽപ്പാടുകൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അവൻ നിർത്തുവാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. അവന് ആനയുടെ ട്രാക്കുകൾ കാണുവാൻ സാധിച്ചു. അത് വളരെ വ്യക്തമായി കണ്ടുകൊണ്ടാണ് അവൻ എന്നോട് നിൽക്കുവാൻ ആവശ്യപ്പെട്ടത്. അവൻ്റെ ആവശ്യപ്രകാരം ഞങ്ങൾ അവിടെ നിന്നു പതുങ്ങിയിരുന്നു. അവൻ പതിയെ ആ തടാകത്തിൻ്റെ അരികിലേക്ക് പോയി. ആ കാൽപ്പാടുകൾ അവൻ പരിശോധിച്ചു. പല മൃഗങ്ങളുടെയും കാൽപ്പാടുകൾ ആ ചെളി നിറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അതെല്ലാം അവിടെ അടയാളപ്പെട്ടിരിക്കുന്നു. അതിലെ ചില കാൽപ്പാടുകൾ എന്നിൽ കൗതുകവും ആശങ്കയുമേറ്റി. മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. അതിലെ കുറച്ച് കാൽപ്പാടുകൾ സിംഹങ്ങളുടെ ആയിരുന്നു. അതിൽ നിന്നും അത് പുതുതായി അടയാളപ്പെടുത്തിയ പാടുകളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ സിംഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എൻ്റെ കൂടെ വന്ന ലിന്ദ അടുത്തുണ്ടായിരുന്ന ഉയരമേറിയ മരത്തിലേക്ക് വലിഞ്ഞു കയറി. അവൻ ചുറ്റുപാടും നിരീക്ഷിച്ചു. അവൻ്റെ കണ്ണുകളിൽ സിംഹത്തിൻ്റെ കൂട്ടങ്ങളെ അവൻ കണ്ടെത്തി കാണണം. അതിനാലായിരിക്കാം അവൻ താഴേക്ക് ഇറങ്ങി വന്നത്. ഞങ്ങളെ മറ്റൊരു വഴിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. തവിട്ട് നിറഞ്ഞ പുൽക്കാടുകളും കുറ്റിക്കാടുകളും മരങ്ങളും താണ്ടി ഏകദേശം 2-3 മൈലുകൾ ഞങ്ങൾ മുന്നിലേക്ക് നടന്നു കാണണം. അങ്ങ് ദൂരെ നിന്ന് ഇവിടെ നിന്നോ മരക്കുമ്പോൾ ഒടിയുന്നതിൻ്റെയും കാട്ടാനകൾ ചീറ്റുന്നതിൻ്റെയും ശബ്ദം ഞങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചു. അതിപ്പോൾ ഏകദേശം ഞങ്ങളിൽ നിന്നും 1.5 മൈലുകൾക്കപ്പുറമാണെന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. പിന്നീട് മുന്നിലേക്കുള്ള ഞങ്ങളുടെ യാത്ര വളരെ കരുതലോടെയായിരുന്നു. ഞങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരുന്നത് ലിന്ദയും. അവൻ കാറ്റിൻ്റെ ഗതി അനുസരിച്ചാണ് സഞ്ചരിക്കുന്നത്. ഏകദേശം ഞങ്ങൾക്ക് ആ 1.5 മൈൽ താണ്ടുവാൻ 2 മണിക്കൂറിനടുത്ത് സമയം വേണ്ടി വന്നു. കാറ്റിൻ്റെ ഗതി അനുസരിച്ച് ഞങ്ങളുടെ സ്ഥാനവും അവൻ മാറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ ചുറ്റിക്കറങ്ങി പല വഴികളിലൂടെയൊക്കെയാണ് ഞങ്ങൾ ആനയുടെ അരികിലേക്ക് അല്ലെങ്കിൽ ആനക്കൂട്ടങ്ങളുടെ അരികിലേക്ക് എത്തിച്ചേർന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ആനക്കൂട്ടങ്ങളെ വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അവയിൽ ഒന്നുപോലും എൻ്റെ റൈഫിലിൻ്റെ റേഞ്ച് പരിധിക്കുള്ളിലായിരുന്നില്ല. തവിട്ട് നിറത്തോട് വളർന്നു നിൽക്കുന്ന പുൽക്കാടുകൾക്കിടയിലായിരുന്നു ഇപ്പോൾ അവ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്കായി മരങ്ങൾ വളർന്നു നിൽക്കുന്നു. ഒരാനയെപ്പോലും മറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ കുറ്റിക്കാടുകൾ വളർന്നു പന്തലിച്ചു നിൽക്കുന്നു. അതിൻ്റെ മറവിൽ പല ആനകളും മറഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരമായി കാണണം. ആനകൾ അവയുടെ ചെവിയും വാലുകളും ആട്ടിയാട്ടിയാണ് നിൽക്കുന്നത്. പല ആനകളും മരത്തിൻ്റെ തണലിലും ഒരാൾ പൊക്കം വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്കിടയിലും കിടക്കുന്നു.
ഏകദേശം 10-25 ആനകളടങ്ങുന്ന ഒരു വലിയ കൂട്ടം തന്നെയായിരുന്നു അത്. എന്നാൽ ഒരു പ്രശ്നമുള്ളത് അവയൊന്നും തന്നെ ഞങ്ങളുടെ റേഞ്ച് പരിധിക്കുള്ളിലല്ല എന്നതാണ്. മുന്നിലേക്ക് പോയാൽ തന്നെ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് മറ്റൊരു പ്രശ്നമാണ്. ഒരാൾ പൊക്കം വടനിൽക്കുന്ന പുല്ലുകൾക്കിടയിലൂടെ എനിക്ക് ആനയുടെ മർമ്മം ലക്ഷ്യമാക്കി നിറയൊഴിക്കുവാൻ സാധിക്കുകയില്ല. ഞാൻ ആ പുല്ലുകൾക്കിടയിലൂടെ മുന്നിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ എനിക്ക് ആനകളെ ഒന്നും വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുകയില്ല അടുത്തെത്തുന്നതുവരെ. അവയുടെ അടുത്തെത്തിയാൽ അവ എൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയാൽ പിന്നെ എന്താണ് അവിടെ ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ അവിടെ പതുങ്ങിയിരുന്നു. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. പല ആശയങ്ങളും ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. എങ്കിലും അതൊന്നും പ്രായോഗികമായിരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ലിൻഡ ഒരാശയം ഞങ്ങളോട് പങ്കുവെച്ചത്. അവർ വനത്തിലേക്ക് നായാടാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളെ ട്രാക്ക് ചെയ്യുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയാണ്. അത് കേട്ടപ്പോൾ ഞാൻ അത്യധികം ആവശ്യത്തിലായി. ഇതിനു മുന്നേ ഞങ്ങളിത് പരീക്ഷിച്ചിട്ടില്ല. ഇതെത്രമാത്രം വിജയം കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിലും ഒരു അപകടമുണ്ട്. ഇതിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചാൽ ഞങ്ങൾ ഇരുവരും ആനകളുടെ കോപത്തിന് ഇരയായിത്തീരും. എന്തായാലും സാഹസികത തിരഞ്ഞെടുക്കുവാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ ഒപ്പം ലിൻഡയും. ഞങ്ങൾ ഇരുവരും മുന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങുവാൻ തീരുമാനിച്ചു. അതിനു മുന്നേ ഒരു കൊമ്പനെ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ കണ്ടെത്തുമ്പോൾ മറ്റാനകളുടെ കണ്ണിൽ ഞങ്ങൾ പെടാതെയും നോക്കണം. അങ്ങനെ ഞങ്ങൾ ചുറ്റുപാടും നിരീക്ഷിച്ചു. ഞങ്ങളിൽ നിന്നും ഏകദേശം 50 അടി അകലെ ഒരു കൊമ്പൻ നിന്ന് മേയുന്നത് ഞങ്ങൾ കണ്ടു. സാമാന്യം വലിപ്പമുള്ള ഒരു കൊമ്പനാണ്. അവൻ്റെ കൊമ്പും നല്ലപോലെ വളഞ്ഞു നിൽക്കുന്നു. അവൻ നിൽക്കുന്നത് ഞങ്ങൾക്ക് അഭിമുഖമായാണ്. അതിനാൽ തന്നെ ഇവിടെ നിന്നും ഏകദേശം 30 അടി കൂടി സഞ്ചരിച്ച ശേഷം ഞങ്ങളുടെ പദ്ധതി ആവിഷ്കരിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിന് പ്രകാരം ഞങ്ങൾ അവിടേക്ക് നീങ്ങി. പുല്ലുകൾക്കിടയിലൂടെ ഇഴഞ്ഞാണ് നീങ്ങുന്നത്, മറ്റാനകളുടെ കണ്ണിൽ പെടാതെ. ഭാഗ്യവശാൽ കാറ്റിന്റെ ദിശ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. ആനയുടെ ചൂര് ഞങ്ങൾക്ക് നല്ലപോലെ അറിയുവാൻ സാധിച്ചു. ഞങ്ങൾ സമയമെടുത്ത് പതിയെ ശബ്ദമുണ്ടാക്കാതെയാണ് മുന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്നത്, ഒരു പാമ്പ് ഇഴയുന്നത് പോലെ. വളരെ പ്രയാസപ്പെട്ട് ആ പുല്ലുകൾക്കിടയിലൂടെ ഞങ്ങൾ മുന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങി. ഏകദേശം 30 അടി ഞങ്ങൾ ഇഴഞ്ഞു നീങ്ങി കാണണം. പതിയെ ലിൻഡ തൻ്റെ തല പൊക്കി നോക്കി. പുല്ലുകൾക്കിടയിലൂടെ ആനയുടെ രൂപം അവ്യക്തമായി അവന് കാണുവാൻ സാധിച്ചു. അവൻ എന്നെ തട്ടി വിളിച്ചു. അവൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. പിന്നെ അവൻ പതിയെ നിലത്തേക്കിരുന്നു. പിന്നെ ഒട്ടും ചിന്തിക്കാതെ താമസിക്കാതെ ഞാൻ അവൻ്റെ പുറത്തേക്ക് ഇരുന്നു, അവൻ്റെ തോളിലേക്ക്. അവൻ എൻ്റെ കാലുകളിൽ മുറുക്കെ പിടിച്ചു. എന്നിട്ട് പതിയെ അവൻ മുകളിലേക്ക് എഴുന്നേറ്റു. അങ്ങനെ അവൻ മുകളിലേക്ക് എഴുന്നേറ്റ് നിന്ന സമയം എനിക്ക് ചുറ്റുപാടും നല്ലപോലെ കാണുവാൻ സാധിച്ചു. എനിക്ക് പുല്ലുകൾക്ക് മുകളിലൂടെ ആ കാട്ടാനയും കാണുവാൻ സാധിച്ചു. ഇപ്പോൾ എൻ്റെ തല മാത്രമാണ് ആ പുല്ലുകൾക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്നത്. ബാക്കി ഭാഗം മുഴുവൻ പുല്ലുകൾക്ക് താഴെയാണ്. കാറ്റ് പുല്ലുകളിൽ ഓളമുണ്ടാക്കി ഒഴുകി നീങ്ങുന്നു. തവിട്ട് നിറത്തിൽ വളർന്നു നിൽക്കുന്ന ആ പുല്ലുകൾക്കിടയിൽ നിന്നുകൊണ്ട് ആന മേയുകയാണ്. അവൻ എന്നെ ശ്രദ്ധിക്കുന്നതേയില്ല. അവൻ എൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയതേയില്ല. ഞാൻ പതിയെ എൻ്റെ റൈഫിൽ ഉയർത്തി എൻ്റെ തോളിലേക്ക് എടുത്തു വെച്ചു. പുല്ലുകൾക്ക് മുകളിലൂടെ എൻ്റെ റൈഫിൽ അവൻ്റെ മസ്തകത്തെ ലക്ഷ്യം വെച്ച് നിന്നു. എൻ്റെ കാലുകളിൽ ലിൻഡ മുറുക്കെ പിടിച്ചു. പതിയെ ആടിയാടി നിന്ന് ഞാൻ സ്ഥിരത വരിച്ചു. എൻ്റെ തോക്കിൻ്റെ കുഴൽ കൃത്യം ആനയുടെ മസ്തകത്തെ ലക്ഷ്യം വെച്ചു. അവൻ ചെവികൾ ആട്ടി ആസ്വദിച്ച് അവൻ ആഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒട്ടും സമയം ഞാൻ പാഴാക്കിയില്ല. എപ്പോൾ വേണമെങ്കിലും കാറ്റിൻ്റെ ദിശ മാറും. ഞങ്ങളുടെ സാന്നിധ്യം അവൻ മനസ്സിലാക്കും. പിന്നെ ഞങ്ങൾക്ക് നേരെ അവൻ ചാർജ് ചെയ്തു വരും. അതൊഴിവാക്കുവാൻ വേണ്ടി ഒട്ടും സമയം പാഴാക്കാതെ എൻ്റെ തോളിൽ വെച്ചിരുന്ന റൈഫിലിൻ്റെ കാഞ്ചി ഞാൻ വലിച്ചു. എൻ്റെ തിര കൃത്യം അവൻ്റെ തലച്ചോറിലേക്ക് തുളച്ചു കയറി. ഒന്ന് ചലിക്കുവാൻ പോലും സാധിക്കാതെ അവൻ ഇടത്തേക്ക് ചരിഞ്ഞു വീണു. എൻ്റെ റൈഫിലിൽ നിന്ന് മുതിർന്ന ആ തിരയുടെ അലയൊലികൾ ആ പ്രദേശത്ത് പ്രകമ്പനം കൊള്ളിച്ചു. ആ ഗർജനത്തിൽ മറ്റാനകൾ ഭയന്നു. അവ എങ്ങോട്ടെന്നില്ലാതെ വനത്തിനുള്ളിലേക്ക് ഭയത്തോടെ ചിഹ്നം വിളിച്ചുകൊണ്ടോടി. അങ്ങനെ ഓടുന്ന ആനക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ഞാൻ ഒരു വെടികൂടി വെച്ചു. അത് കേട്ടതോടെ ഭയന്ന് വിറച്ചുകൊണ്ട് മുഴുവൻ ആനകളും ആ വനത്തിലേക്ക് ഓടി ഒളിച്ചു. ലിൻഡ പതിയെ താഴേക്കിരുന്നു. ഞാൻ അവൻ്റെ തോളിൽ നിന്നും താഴേക്കിറങ്ങി. അപ്പോഴേക്കും എൻ്റെ സഹായികൾ അവിടേക്ക് ഓടിയെത്തി. കുറച്ചു സമയം ഞങ്ങൾ കാത്തുനിന്നു. അതിനുശേഷം ചരിഞ്ഞു കിടക്കുന്ന ആനയുടെ അരികിലേക്ക് ഞങ്ങൾ പോയി. സാമാന്യം വലിപ്പമേറിയ ഒരാന തന്നെയായിരുന്നു അത്. അവൻ്റെ ജീവൻ ഇപ്പോൾ പൂർണ്ണമായും നിലച്ചിരിക്കുന്നു. അവൻ്റെ മസ്തകത്തിൽ നിന്നും രക്തം നിലത്തേക്ക് ഒഴുകി പരക്കുന്നു. ഞങ്ങൾക്കൊപ്പം അവിടേക്ക് വന്ന ലിൻഡ ഞങ്ങളോട് പറഞ്ഞു, ആനയുടെ മാംസത്തിന് ഗോത്രത്തിൽ ധാരാളം ആവശ്യക്കാരുണ്ട്. അതിനാൽ തന്നെ ആവശ്യത്തിനുള്ള മാംസവും ഇവിടെ നിന്ന് മുറിച്ചുകൊണ്ടു പോകണമെന്ന് അയാൾ എന്നോട് പറഞ്ഞു. ഞാൻ അതിന് സമ്മതം മൂളി.
എൻ്റെ സഹായികൾ വലിയ കോടാലി കൊണ്ടുവന്ന് ആനയുടെ ശരീരത്തിൽ നിന്നും അവൻ്റെ കൊമ്പ് വെട്ടി ഊരിയെടുത്തു. പിന്നെ ലിൻഡ പറഞ്ഞത് പ്രകാരം ആനയുടെ ശരീരത്തിൽ നിന്നും അവർക്ക് വേണ്ടത്ര മാംസവും മുറിച്ചെടുത്തു. എന്നിട്ടും ലിൻഡയ്ക്ക് തൃപ്തിയായില്ല. മനസ്സില്ലാ മനസ്സോടെ ആ ആനയുടെ ശരീരം അവിടെ ഉപേക്ഷിച്ച് ഞങ്ങൾ തിരികെ ആദിവാസി ഗോത്ര ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. ഇന്നത്തെ ഈ ആനവേട്ട എനിക്കൊരു കൗതുകമായാണ് തോന്നിയത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ഒരാനയെ വെടിവെച്ചിടുന്നത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. AC വില്യം എഡ്വേർഡിന്റെ അതിസാഹസികൾ നിറഞ്ഞ വേട്ടക്കഥ ഇനിയുമുണ്ട് ഒരുപാട് പറയുവാൻ. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം ലൈക്കിലൂടെയും കമന്റിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.